अथ अष्टमोऽध्यायः अक्षरब्रह्मयोगः। अर्जुन उवाच किं तद्ब्रह्म किमध्यात्मम् किं कर्म पुरुषोत्तमा अधिभूतम् च किं प्रोक्तम् अधिदैवम् किमुच्यते। ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗം. അർജുന വിഷാദ യോഗത്തെ ഭഗവത്ഗീതയെ തുടർന്ന് ഭഗവാൻ അവതരിപ്പിക്കുന്ന ആ തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു മനസ്സിന്റെ ഭാവത്തെയാണ് ഒന്നാം അധ്യായത്തിൽ കാണിച്ചു തന്നത്. അർജുനൻ ആരായിരുന്നു? അർജുനൻ എന്താണ് അർജുനന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അതിനെ നമ്മൾ വളരെ തത്വവിചാരത്തിലൂടെ കണ്ടിട്ടുണ്ട്. രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ അതിന്റെ വിസ്താരം പറഞ്ഞു കഴിഞ്ഞു. സാംഖ്യയോഗത്തിലൂടെ അതിനെ അവതരിപ്പിച്ചു. പരമമായ സത്യം, അതിൽ ആത്മാവിന്റെ നിലയെന്ത്, കർമ്മം ഇത്യാദി കാര്യങ്ങളെയൊക്കെ ഒന്ന് സംഗ്രഹിച്ച് അവതരിപ്പിച്ച് തുടർന്ന് അതിന്റെ പ്രവൃത്തി പദത്തിൽ എപ്രകാരം അതിനെ കരചരണങ്ങളിൽ ആവാഹിക്കണമെന്നും ആ കർമ്മയോഗം തന്നെയാണ് അർജുന ഈ വിശ്വത്തെ നിലനിർത്തുന്നതെന്നും അവിടെ ബ്രഹ്മഭാവന, യജ്ഞഭാവന, കർമ്മത്തിന്റെ ഉദാത്തമായ ഭാവങ്ങളെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു. പിന്നെ ആ കർമ്മയോഗത്തെ ജ്ഞാനവിജ്ഞാന യോഗമായിട്ടും അതിനെ എങ്ങനെ അനുഭവപ്പെടുത്തി, അതിനെ ഏത് പ്രകാരത്തിൽ അത് വരുന്നു കരചരണങ്ങളിലേക്ക്, ബുദ്ധിയിലൂടെ, മനസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടമാക്കേണ്ടതാണ് ഈ വിദ്യ. അതിന് ഭഗവാൻ സൂര്യനിൽ നിന്ന് മനുവിലേക്കും, മനുവിൽ നിന്ന് ഇക്ഷ്വാകുവിലേക്കും പരമ്പരയാൽ നിലനിന്ന ആ പാരമ്പര്യത്തെ അർജുനന് അവതരിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ജനകനെ പോലുള്ള മഹാരാജാക്കന്മാരെ അവരൊക്കെ ഇത്തരത്തിൽ ഈ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യഭരണവും മറ്റും നിർവഹിച്ചിട്ടുള്ളതാണ് അർജുന. അതുകൊണ്ട് നീയും അവരെ നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല നീ ഇതാ എന്നെയും നോക്കൂ, ഞാനൊന്നും ചെയ്യാതെ ഇരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജ്ഞാനകർമ്മ സന്യാസത്തിന്റെ മഹത്വത്തെ ഭഗവാൻ അവതരിപ്പിച്ചു. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യമായ കർമ്മങ്ങളുടെ ഉപേക്ഷയല്ല സന്യാസം, അഗ്നിയെ ഉപേക്ഷിക്കലല്ല സന്യാസം, മറിച്ച് ത്യാഗമാണ് സന്യാസം. അഹം എന്ന ഭാവത്തെ ത്യജിച്ചുകൊണ്ട് അഹം ബോധത്തിലേക്കുള്ള ഉണരലാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു. തുടർന്ന് ആ സന്യാസഭാവത്തെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, അതിനായിട്ട് സ്വരൂപത്തെ അറിയാനുള്ള പ്രക്രിയ, ആത്മാന്വേഷണം, തന്നിലേക്ക് തിരിച്ചുവിടുന്ന ധ്യാനം എന്ന കലയെ ഭഗവാൻ അർജുനന് അവതരിപ്പിച്ചു 6-ാം അധ്യായത്തിൽ. തുടർന്ന് ജ്ഞാനവിജ്ഞാനത്തെ ഭഗവാൻ 7-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു. 7-ാം അധ്യായം ഉപസംഹരിച്ചു. ആ സമയത്ത് ഭഗവാൻ ഒന്ന് രണ്ട് അർജുനനില് സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ജനിക്കാൻ പാകത്തിന് കുറച്ച് പുതിയ വാക്കുകളൊക്കെ അവതരിപ്പിച്ചു. എന്തായാലും നമുക്ക് എന്താ സ്വാമി ഈ സംഗതി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നാം. അതിയജ്ഞം, അതിഭൂതം, അതിദൈവം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അർജുനൻ ഇതാ ഭഗവാനോട് ചോദിക്കണം. ആ സമയത്ത് നമ്മളിപ്പോ എത്ര ശ്ലോകങ്ങൾ, 701 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയില് 310 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 391 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. ദിവസങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിലെ 47 ശ്ലോകം, 2-ാം അധ്യായത്തിലെ 72 ശ്ലോകം, 3-ാം അധ്യായത്തിലെ 43 ശ്ലോകം, 4-ാം അധ്യായത്തിലെ 42 ശ്ലോകം, 5-ാം അധ്യായത്തിലെ 29 ശ്ലോകങ്ങൾ, 6-ാം അധ്യായത്തിലെ 47 ശ്ലോകം, 7-ാം അധ്യായത്തിലെ 30 ശ്ലോകം എല്ലാം കൂടെ കൂട്ടിയിട്ട് 310 ശ്ലോകങ്ങൾ. ഈ 391 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് വണ്ടി റൈറ്റ് ടൈമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് പതുക്കെയാണ് എന്ന് പറയാം. ആ ഡ്രൈവർ സ്വാമിയാണ് എന്ന് വിചാരിക്കുന്നു. ശരി, ഭഗവാനോട് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ കിം തത് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ ഹേ പുരുഷോത്തമ അതിഭൂതം കിം ച പ്രോക്തം അതിദൈവം കിം ഉച്യതേ. അർജുനൻ ഇപ്പൊ ചോദിക്കുന്ന ഒന്നും മനസ്സിലായിട്ടില്ലാത്ത
മാതിരിയാ. ഇതെന്താണ് തദ് ബ്രഹ്മ കിം? എനിക്ക് മനസ്സിലാവണില്ല. അങ്ങ് ഏതോ ഒരു ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നോക്കൂ, ഇത് കേൾക്കുമ്പോ ഒരു ആശ്വാസമായില്ലേ? ആവൂ, ബ്രഹ്മ ഇനിയും പറയുമല്ലോ. അറിയാം, ഭഗവാൻ അറിയാം. 108 പോരാൻ തോന്നുന്നില്ലേ? കിം ബ്രഹ്മ, ഭഗവാനെ കിം അധ്യാത്മം, എന്താണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ? കിം കർമ്മ, ഒരു കർമ്മയോഗം എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ എടുത്തു കൊടുത്തു. കിം കർമ്മ, എന്താ കർമ്മം? മനസ്സിലാവുന്നില്ല. കിം കർമ്മ. അതിഭൂതം കിം, അതെന്ത് ഭൂതാണ്? ഏറിയ ഭൂതത്തിന് ഞങ്ങൾ സീരിയലിലും അതിലും ഇതിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അതിഭൂതം കിം, അതേത് ഭൂതാണ്? അതിദൈവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതിദൈവം, അതെന്താണ്? എന്താ ഇതൊക്കെ? കിം ഉച്യതേ, എന്താണ് ഇതൊക്കെ പറയപ്പെടുന്നത്? മനസ്സിലാവുന്നില്ല ഭഗവാൻ. അതുകൊണ്ട് അങ്ങ് ഒന്നുകൂടെ വിസ്തരിക്കും. എനിക്ക് 1-2 സംശയങ്ങളും കൂടെ ഉണ്ട്, ഞാൻ അങ്ങയുടെ മുൻപിൽ വയ്ക്കാം. എന്താണത്? അധിയജ്ഞ കഥം കോത്ര തേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. അധിയജ്ഞഃ കഥം കഃ അത്ര ദേഹേ അസ്മിൻ ഹേ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയഃ അസി നിയതാത്മഭിഃ. ഹേ മധുസൂദന, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, അത്ര അസ്മിൻ ദേഹേ അധിയജ്ഞഃ കഃ. അത്ര, അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, അവിടെ, ഈ ലോകത്തില്, ഈ ലോകസംബന്ധിയായ അസ്മിൻ ദേഹേ, നമ്മുടെ ശരീരത്തില്. അർജുനന്റെ ചോദ്യം വളരെ ഗംഭീര. കാരണം തന്നിൽ നിന്ന് അന്യമായി ഏതെങ്കിലും ഒരു മനസ്സിലാകാത്ത തരത്തിലാണ് അങ്ങത് പറഞ്ഞതെങ്കിൽ, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ആളാ. എന്താണ്? അർജുന, എനിക്ക് പഴയതറിയാം, എനിക്ക് വരാൻ പോണതും അറിയാം, നിനക്കതറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വെറുതെ ഓരോ കളി കളിക്കും. അതുകൊണ്ട് എനിക്ക് അത് പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് അർജുനൻ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അതായത് ഒരിക്കൽ കേട്ടാൽ പിന്നെ ഒരിക്കൽ കേട്ടു കണ്ടു എങ്കിൽ അത് മനസ്സിലാവും നന്നായിട്ട്. അതുകൊണ്ട് അർജുനൻ വെറും ഒരു മൂഢനാണെന്ന് കരുതരുത്. അതുകൊണ്ട് ആ കർമ്മത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അർജുനൻ ചോദിക്കണം, എന്താണ്? അസ്മിൻ ദേഹേ, ഭഗവന് ഞാൻ ചോദിക്കുന്നത് ഈ എന്താ പറയാ എന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. എനിക്കറിയേണ്ടത് എന്റെ ശരീരത്തില്, അസ്മിൻ ദേഹേ, ഈ ദേഹത്തില് കഹ, ആര്? അധിയജ്ഞ കഹ, ആരാണ് അധിയജ്ഞൻ? എന്നിൽ നിന്ന് അന്യമായി പലരും ഉണ്ടാവും, എവിടേക്കോ ആരൊക്കെയോ നിലകൊള്ളുന്നു. എനിക്കറിയേണ്ടത് അതല്ല. അസ്മിൻ ദേഹേ അധിയജ്ഞ കഹ, എങ്ങനെ എന്റെ ശരീരത്തിൽ അവൻ നിലനിൽക്കുന്നു? പ്രയാണകാലേ, മരണകാലത്ത്, ദേഹം വിട്ടുപോകുന്ന സമയത്ത്, നിയതാത്മഭിഃ, നിയതാത്മഭിഃ എന്ന് പറഞ്ഞാൽ സംയമനം ചെയ്തിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിട്ടുള്ള യോഗികളാൽ, കഥം ജ്ഞേയഃ, എങ്ങനെ അറിയപ്പെടുന്നവനായി അസി ഭവിക്കുന്നു? ആര്? അങ്ങ്. ത്വം അസി എന്ന് പറഞ്ഞാൽ ത്വം അസി, അങ്ങ് എങ്ങനെ ആ സമയത്ത് പ്രയാണകാലത്തിൽ അവരറിയുന്നു എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അങ്ങ് ഈ അധിയജ്ഞം അതിഭൂതം എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാം. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗ കർമ്മ സംജ്ഞിതഃ. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവഃ അധ്യാത്മം ഉച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മ സംജ്ഞിതഃ. പരമം അക്ഷരം ബ്രഹ്മ. പരമം എന്ന് പറഞ്ഞാൽ പരമമായി, പരമമായി എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു പരിമിതികൾ ഇല്ലാത്തത് ഏതോ അതിനെയാണ് പരമം, പരം എന്നൊക്കെ പറയുന്നത്. പരംഭാവം. ഇപ്പൊ ദേശം കൊണ്ട്, കാലം കൊണ്ട്,
വസ്തുവിനാൽ പരിമിതപ്പെടാത്തത്. ഈ ലോകത്തില് പലതും ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിലും പരിമിതമാണ്. ഈ ദേശകാല വസ്തു പരിമിതികളെ അതിവർത്തിച്ചത് എന്ന്. അതാണ് പരമം. അതെന്താണ്? അക്ഷരം ബ്രഹ്മ. ഈ അധ്യായത്തിന്റെ പേര് അക്ഷരം, നാശമില്ലാത്തത്. ന ക്ഷരം അക്ഷരം ബ്രഹ്മ, അത് ബ്രഹ്മമാകുന്നു. അക്ഷരം എന്നുള്ളതിന് ഒരു ഗംഭീരമായിട്ടുള്ള അക്ഷരത്തിന്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത് അക്ഷാംശ രേഖാംശങ്ങളിൽ, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എഴുതിക്കോളൂ, നല്ലതാ ഇത് അറിഞ്ഞു വയ്ക്കുന്നത്. അക്ഷാംശ രേഖാംശങ്ങളിൽ അകാരാദി ശകാരാന്ത്യം വരെയുള്ള അക്ഷാംശ രേഖാംശങ്ങളിൽ, കാണാതെ പഠിച്ചു വെച്ചോളൂ, ഇങ്ങനെ പോകുമ്പോ അക്ഷാംശ രേഖാംശ, അക്ഷാംശ രേഖാംശങ്ങളിൽ അകാരാദി ശകാരാന്ത്യം, അകാരം മുതൽ ശകാരാന്ത്യം വരെയുള്ള അക്ഷരങ്ങളിൽ ലയിച്ചിരിക്കുന്ന, അന്തർലീനമായിരിക്കുന്ന, അക്ഷരങ്ങളിൽ ലയിച്ചിരിക്കുന്ന അക്ഷയ തത്വത്തെയാണ് അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയരഹിതമായ അക്ഷയ തത്വത്തെയാണ് അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരത്തിന്റെ വാഹനം ശബ്ദമാകുന്നു. അതുകൊണ്ടാണ് നാദബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഇതാണ് അക്ഷരം. നമ്മുടെ ശബ്ദങ്ങളിലെല്ലാം, അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വിധത്തിലാണ് ക്ഷേത്രങ്ങളൊക്കെ രൂപം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ ഈ നാദബ്രഹ്മത്തെ നിലനിർത്തുന്ന വിധത്തിലാണ് ഈ ശബ്ദവീജിയെ പുറത്തുവിടാതെ നിലനിർത്തുന്ന രീതി. അതുകൊണ്ടാണ് ഈ കുംഭ രൂപത്തിലൊക്കെ നിർത്തിയിട്ടുള്ളത്. മണിയുടെയൊക്കെ രൂപം അങ്ങനെയാണല്ലോ, മുട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ എന്താ പറയാ, ലയിച്ചു നിൽക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ. ഈ ബുദ്ധവിഹാരങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. അതേറെ ഈ നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നത് അത്തരത്തിൽ അവർ ബുദ്ധവിഹാരങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, ഈ ശബ്ദത്തെ നിലനിർത്തുന്നതിനായിട്ട്. അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞാൽ ഇതാണ്. അക്ഷരം ബ്രഹ്മ. സ്വഭാവം അധ്യാത്മം. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നും കൂടെ ഉണ്ട്. അധ്യാത്മം ഉച്യതേ എന്ന് പറയുന്നു. അതിന്റെ സ്വഭാവമാണ്. നേരത്തെ പറഞ്ഞത് എന്താ? സ്വരൂപം. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വരൂപം, ഒന്ന് സ്വഭാവം. സ്വരൂപം എന്താണ്? അക്ഷരം ബ്രഹ്മം. സ്വഭാവം ഇതാ മാറുന്നത്. സ്വഭാവത്തെ നോക്കിക്കഴിഞ്ഞാൽ മാറ്റമുണ്ട്, സ്വരൂപത്തിലോ മാറ്റമില്ല. സ്വരൂപം അചലം, അവ്യയം. സ്വഭാവത്തിൽ മാറ്റം. അപ്പൊ അതെന്താ സ്വാമി? ഈ സ്വരൂപം തന്നെയല്ലേ സ്വഭാവം? അതെ. അപ്പൊ പിന്നെ സ്വഭാവത്തിൽ മാറ്റം സ്വരൂപത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. തിര മാറുന്നുണ്ട്, ഉണ്ട് അല്ലേ? നുര മാറുന്നുണ്ട്, ഉണ്ട്. അപ്പൊ ജലമാണ് സ്വരൂപം. ആ ജലത്തിന്റെ സ്വഭാവമാണ് എന്ത്? തിര, നുര, പദ, കുമിള ഇത്യാദികളൊക്കെ. അപ്പൊ തിര നോക്കിക്കഴിഞ്ഞാൽ തിരയിൽ ഇളക്കമുണ്ട്, നുരയ്ക്ക് ഇല്ലായ്മയുണ്ട്, ഉണ്മയുണ്ട്. സ്വഭാവം മാറി മറയുന്നത്, സ്വരൂപം മാറി മറയാത്തത്. രണ്ടും ഒന്നല്ലേ? അതെ, രണ്ടും ഒന്നാണ്. ഇതാളെ വൈകുന്നേരം ഇരുത്തിയിട്ട് ഒരുമാതിരി അതെ, ഇതിന് വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു പരമം അക്ഷരം ബ്രഹ്മ. മാറ്റമില്ലാത്ത, നാശമില്ലാത്തത് ബ്രഹ്മമാണ്. അതുപോലെ സ്വഭാവ അധ്യാത്മം ഉച്യത്തെ. ആ ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് ജീവൻ. അത് അതിന്റെ സ്വഭാവം പ്രകടമാകുന്നത്, പ്രകടീകൃതം എന്ന് പറയാം. ഭൂതഭാവോദ്ഭവകര, ഭൂതങ്ങളുടെ ഭാവത്തിന് ഉണ്മയ്ക്ക് കാരണമായ വിസർഗ, സൃഷ്ടിവിശേഷം, വിശേഷേണ സർഗ, സൃഷ്ടിവിശേഷം കർമ്മസംജ്ഞിത. മോനെ, കർമ്മം എന്ന പേരോടുകൂടിയിട്ട്
അങ്ങനെ കാച്ചി കുറുക്കി എടുത്തിട്ട് ഇങ്ങനെ എന്താ അതിന് പറയാ, കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാലിനെങ്ങനെ എങ്ങനെ എങ്ങനെ കുറുക്കി 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 ചീനച്ചട്ടിയിൽ വെച്ച് ഇല്ലേ, ഒരു അര ദിവസമൊക്കെ ഈ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. എന്താ അതിന് പറയാ, പാൽക്കട്ടിയോ, മനസ്സിലായില്ലേ, പാൽഗോവയോ? എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഗതി. അത് തന്നെ. അതുപോലെ എന്ത് ഭംഗിയായിട്ടാ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മമെന്ത്, ജീവനെന്ത്, കർമ്മമെന്ത്. ഇനി അങ്ങോട്ട് അതിനെ അങ്ങോട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ പറഞ്ഞപ്പോ മനസ്സിലായത്? ഇത്രയും പറഞ്ഞിട്ടുണ്ട് കാര്യം. ഇത് ഭഗവാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട് അർജുനനോട്. അതുകൊണ്ട് അർജുനനിൽ ഭഗവാൻ തന്നെ സംശയം ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഈ ശ്ലോകം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാ ഈ ശ്ലോകത്തിലുള്ളത്? പരമമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അർജുനൻ ചോദിച്ചു, എന്താ ഭഗവാനെ ബ്രഹ്മം? ഭഗവാൻ പറഞ്ഞു, പരമം അക്ഷരം ബ്രഹ്മ. അതിനെന്താണ്? ഒരു പ്രകാരത്തിലും നാശമില്ലാത്തത്, അതെല്ലാറ്റിലും നാശരഹിതമായി നിലകൊള്ളുന്നു. എന്നാ ശരി, അതിന്റെ സ്വഭാവമാണ് അധ്യാത്മം അല്ലെങ്കിൽ ജീവൻ എന്നൊക്കെ പറഞ്ഞത്. ഉച്യതേ പറയപ്പെടുന്നു. ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മസംഹിത. ഇനി കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂതങ്ങളുടെ എല്ലാം സൃഷ്ടിക്ക് ഹേതുവായി നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ കർമ്മത്തെ മനസ്സിലാക്കിയാലുണ്ടല്ലോ വലിയ ആശ്വാസമാണ്. നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോണു, ചൂലെടുക്കണു, അടിച്ചു വാരണു, ഇത് മാത്രമാണ് കർമ്മം. അല്ല, കർമ്മം എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ ജനിച്ചതേ കർമ്മം, കർമ്മഫലമാണ് ഞാൻ. നമ്മൾ പലപ്പോഴും കർമ്മഫലമാണ് ഞാൻ എന്ന് ഞാൻ എണ്ണാറില്ല. ഞാൻ ശ്വസിക്കുന്ന വായു, ഞാൻ പുറത്തുവിടുന്നത്, ഞാൻ എന്റെ ഓരോന്നും കർമ്മം കർമ്മം. തുടർന്ന് ഭഗവാൻ വിസ്തരിക്കണു ഈ അധ്യായത്തില്. അധിഭൂതം ക്ഷരോ ഭാവഃ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാ. അധിഭൂതം ക്ഷരഃ ഭാവഃ പുരുഷഃ ച അധിദൈവതം അധിയജ്ഞഃ അഹം ഏവ അത്ര ദേഹേ ദേഹഭൃതാം വരാ. നമ്മളോടാണ് ഭഗവാൻ പറയുന്നത്. എന്താ പറയുന്നത്? ദേഹഭൃതാം വരാ. നമ്മളെ ദേഹഭൃതാം, ദേഹം ധരിച്ചിട്ടുള്ളതിൽ ഏറ്റവും വരേണ്യരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ളവരെ അല്ലയോ അർജുന. ഇവിടെയാണ് ശങ്കരാചാര്യ സ്വാമികള് ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് പറയുന്നത്. ജന്തുക്കളിൽ ഒരുപാട് ജന്തുക്കളുണ്ട്, അതിൽ നരജന്മം ദുർലഭം, നരിജന്മം ദുർലഭം. നരനും നരിയുമായി ജനിച്ചു എന്നുള്ളത് ദുർലഭമായിട്ടുള്ള കാര്യമാണ്. നരൻ ദുർലഭം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പൊ വിശേഷപ്പെട്ട ഈ ദേഹമെടുത്തതിൽ ശ്രേഷ്ഠനായ അർജുന. ഒരുപാട് ദേഹങ്ങളുണ്ട് ഈ ലോകത്ത്, ലക്ഷോപിലക്ഷം ദേഹങ്ങളുണ്ട്. ആ ലക്ഷോപിലക്ഷം ദേഹങ്ങളിൽ ഏറ്റവും സൃഷ്ടിയുടെ മകുടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് നമ്മളാണ്. എന്തുകൊണ്ടെന്നാൽ വിവേകം ഉള്ളതുകൊണ്ട്. വിവേകമാണ് നമുക്ക് ചൂടാമണിയായി ഇരിക്കേണ്ടത് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. നമ്മൾ ചൂടാമണിയായിട്ട് വെച്ചിരിക്കുന്നത് എന്താ അല്ലേ? എന്താണെന്ന് സ്വാമി പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ. വിവേകമായിരിക്കട്ടെ എന്ന് പറയാം. അതിൽ ആചാര്യസ്വാമികൾ ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് സ്വാമിക്ക് നിങ്ങളോട് ഇത്തരം അറിവ് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ചിലതിനോടൊക്കെ നമുക്ക് വളരെ സന്തോഷപൂർവം അല്ലെങ്കിൽ സ്നേഹപൂർവം വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യാന്ന് പറയാം. അതെന്താ സ്വാമി? അതെ, നിങ്ങൾ ഈ ഇടയ്ക്ക് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് പാടുന്നുണ്ടല്ലോ. എന്താ പാടുന്നത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി. എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ട, നടുവിൽ ഞാൻ ഈ നരകത്തിൽ കരകയറ്റിയിടണം
തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ലേ? ശിവശംഭോ ശംഭോ. മൂപ്പര് രാവിലെ തന്നെ തുടങ്ങും ഇത്. അദ്ദേഹം രാവിലെ എങ്ങനെയാണ്? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനാണോ? അല്ല എന്ന് പറയാം. കരാഗ്രേ സിഗരറ്റ് കുറ്റി, കരമധ്യേ ചായക്കപ്പ്, പ്രഭാതേ പത്രദർശനം. ഇതാണ് മൂപ്പരുടെ ഇടപാട്. ഇങ്ങനെയൊരു ചുറ്റുപാടില് നരനായി ഇങ്ങനെ ജനിച്ചു. ഈ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ എന്ന് പറയുന്നവന് ഒരു കാലവും ഗുണം പിടിക്കില്ല എന്നുള്ളത് എഴുതി ഒപ്പ്. സ്വാമിക്ക് ഇതിൽ നല്ല വിയോജിപ്പുണ്ട്. പിന്നെ ആരോ നമ്മളോട് ചോദിച്ചു, പിന്നെ സ്വാമി അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അത് എഴുതിയത് ആരാന്നൊന്നും സ്വാമിക്ക് അറിയില്ല. ഇത് നരകമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇത് ശാസ്ത്രവിരുദ്ധമാണ്, ഋഷിവിരുദ്ധമായ കാഴ്ചപ്പാടാണ് ഈ ഭൂമണ്ഡലത്തെ നരകമെന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനാർക്കും അധികാരമില്ല. ഋഷി പറഞ്ഞിട്ടില്ല, ഗീതയ്ക്ക് സമ്മതമല്ല ഇത്. അപ്പൊ നരനായി ജനിക്കുന്നു എന്നത് ഏറ്റവും ശ്രേഷ്ഠതരമാണ്. ഗീത വിളിക്കുന്നു മയാനഖ, അല്ലയോ അനഘ എന്ന് വിളിച്ചു. ഇവിടെ പറയുന്നു ദേഹഭൃതാം വര എന്ന്. അപ്പൊ നരകത്തിൽ നിന്ന്, നിങ്ങളെ നരകത്തിൽ നിന്ന് എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ അവിടെ ഒരു നരകം ഉണ്ടാക്കും. സ്വർഗത്തിൽ മൂപ്പരിട്ടാലും മൂപ്പരെ അവിടെ നിന്നുണ്ടാക്കും, നരകത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് നരകമാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ആര് രചിച്ചു എന്നൊക്കെ ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം. തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പറഞ്ഞുകൊണ്ട് വൈക്കത്തുള്ള ആരോ ഒരു ഭക്തനോ ഒന്നുകിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ, അല്ലെങ്കിൽ ഭാര്യയുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഗതമെന്ന വണ്ണം എഴുതിയതായിരിക്കാം. ഭക്തിയുടെ നിറവ് ചുറ്റുപാടിനെ നരകമായി ചിത്രീകരിച്ച് ഈ നരകത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കരകയറ്റണം എന്ന് പറയുന്നതല്ല. അപ്പൊ ഭഗവത്ഗീതയിൽ ധ്യാനശ്ലോകം രചിക്കുന്ന സമയത്ത് മധുസൂദന സരസ്വതി രണനദീം എന്ന് പറയുന്നുണ്ട്. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ കലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. യുദ്ധനദിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള ചിത്രീകരണമുണ്ട്. അവരൊന്നും ഒരിക്കലും ഇത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു യുദ്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു നദിയായിട്ട് അതിൽ ഈ പറഞ്ഞ സ്രാവും മകരമത്സ്യങ്ങളും അതിന്റെ 2 തടാകവും അതിന്റെ ചുഴിയും ഒഴുക്കും ഇത്തരം കഥാപാത്രങ്ങളെ എന്താ പറയുക അവരിൽ ആരോപിച്ചുകൊണ്ട് അവരാണതെന്ന് ഭാവന ചെയ്തുകൊണ്ട് അതില് മറുകരയ്ക്ക് ഭഗവാൻ കടത്തുകാരനായി നിലകൊണ്ടു എന്നൊക്കെ ധ്യാനശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അത്തരം കൽപ്പനകളൊക്കെ ആകാവുന്നതാണ്. പക്ഷെ ഈ ഭൂമിയെ, ഇത്രയും സുന്ദരമായ ഈ ഭൂമിയെ നോക്കി നരകമെന്ന് വിളിക്കാൻ ഒരു ഭക്തനും അത് ഭക്തിയാവുന്നില്ല എന്നാണ്. ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അത് ശാസ്ത്രവിരുദ്ധമാണെന്ന്. അതുകൊണ്ട് സ്വാമിയുടെ വിയോജിപ്പ് സ്വാമി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളും ഈ കാര്യത്തിൽ നിങ്ങളും ചിന്തിക്കാൻ. നമ്മുടെ ചുറ്റുപാട് ഒരിക്കലും ഒരു മോശമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. എനിക്ക് കിട്ടിയ ഭർത്താവ്, അദ്ദേഹം അങ്ങേയറ്റം എന്താ പറയുക, ഒരു മോശപ്പെട്ടവനല്ല. അയ്യേ, സ്വാമി അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചു. എന്തിനാ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ആക്കിയത്? മര്യാദ പുരുഷോത്തമൻ. അതെ, എന്റെ സഹധർമ്മിണി, അവളും അത് തന്നെ, കുട്ടികളൊക്കെ. ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പൂർണ്ണതയെ കാണണം എന്ന് പറയാം. അതിഭൂതം എന്ന് പറഞ്ഞാൽ ഇനി എവിടെയെങ്കിലും കേൾക്കുമ്പം, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം നീ എഴുതിക്കോളൂ. എന്താണ് എഴുതേണ്ടത്? ഇതാ, നശ്വരമായ ഭാവത്തെ അതിഭൂതം എന്ന് പറഞ്ഞാൽ 5-ൽ 5 മാർക്ക് നിനക്ക് കിട്ടും. ഇനി ഞാൻ പറയാം വേറൊരു കാര്യം. ഹേ
പുരുഷഃ അതിദൈവതം. പുരുഷാഹ, വിസർഗമുണ്ട്. പുരുഷ എല്ലാറ്റിലും നിറഞ്ഞ ചൈതന്യമാണ് പുരുഷൻ. അതിദൈവതം ച, അതിദൈവതവുമാണ്. അത്ര ദേഹേ അഹമേവ അതിയജ്ഞഃ. അത്ര ദേഹേ, ഈ ദേഹത്തിൽ, നീ ചോദിച്ചുവല്ലോ ഈ അസ്മിൻ ദേഹേ എന്ന്, ആ ദേഹത്തില് അഹമേവ അതിയജ്ഞഃ, ഞാൻ തന്നെയാണ് അതിയജ്ഞൻ. ഭഗവാൻ കാര്യം വിവരിക്കുന്നുണ്ട്. നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. അക്ഷര ബ്രഹ്മയോഗം എന്ന ഈ അധ്യായം, അതുപോലെ അടുത്ത അധ്യായം ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. 7-ാം അധ്യായം ഭഗവാൻ ഉപസംഹരിക്കുന്ന വേളയിൽ അർജുനനോട് പറഞ്ഞു, ഞാൻ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്നു അർജുന. പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യത്തെയും എല്ലാറ്റിന്റെയും ദൃക്കായി നിലകൊള്ളുന്നു. ഒപ്പം ഞാൻ ദൃശ്യവുമാണ്, എന്നിൽ നിന്ന് അന്യമല്ല ഈ കാണുന്ന ദൃശ്യവും. തുടർന്ന് ഭഗവാൻ അതിദൈവം, അതിയജ്ഞം, അതിഭൂതം, കർമ്മം ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധ്യായത്തെ ഉപസംഹരിച്ചിട്ട് 8-ാം അധ്യായം അർജുനൻ ചില ഈ പറഞ്ഞ ശബ്ദങ്ങളെ അറിയാനായിക്കൊണ്ട് ഭഗവാന്റെ മുൻപിൽ സംശയത്തെ അവതരിപ്പിക്കാം. ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സാമാന്യ സംശയം, ചില എഴുത്തുകളൊക്കെ സ്വാമിക്ക് കിട്ടുന്നുണ്ട്. അതിന് സന്ദർഭത്തിൽ കൂടുതൽ വ്യക്തമാക്കും. ഒന്ന്, നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന സംശയം ക്ഷേത്രാരാധനയെക്കുറിച്ചാണ്. നിങ്ങൾ തൽക്കാലം അത് മാറ്റിവെച്ചേ മതിയാകൂ. കാരണം അർജുനൻ ചോദിക്കുന്നുണ്ട്, അത് സഗുണമായിട്ട് ഈശ്വരനെ ആരാധിക്കുന്നതും നിർഗുണമായിട്ട് ഈശ്വരനെ ആരാധിക്കുന്നതും ഏതാണ് ശ്രേഷ്ഠം, ഇതിൽ ആരാണ് ശ്രേഷ്ഠന്മാർ? 12-ാം അധ്യായത്തിലെ വിഷയമാണത്. ആ സമയത്ത് നമുക്ക് നോക്കാം. ചിലപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ക്ഷേത്രത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ തോന്നിയേക്കാം. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള സംശയങ്ങളും ആയിട്ട് ഇരിക്കാതിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു സാവകാശം ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറയും. എന്താണ് ക്ഷേത്രങ്ങൾ എന്ന് സ്വാമി പറഞ്ഞുതരാം. എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്നും പറഞ്ഞുതരാം. കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്, നമുക്കൊന്ന് നോക്കാം. അതെ, അതിന് നമുക്ക് കുറച്ച് ക്ഷേത്രങ്ങളോട് കുറച്ച് ബഹുമാനമുണ്ട്. അത് നിലനിൽക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. അതൊരു പുതിയൊരു ക്ഷേത്രം വേണമെന്ന് പറയാം. പുതിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുതിയൊരു നിർമ്മാണമല്ല, പഴയതിനെ തന്നെ നമുക്കൊന്ന് പുതിയതാക്കേണ്ടതുണ്ട്. ആരാ ചെയ്യേണ്ടത്? നമ്മളൊക്കെ തന്നെ ഭക്തന്മാര്. അങ്ങേയറ്റം നമ്മൾ അതിനോട് ബഹുമാനവും ആദരവും എല്ലാം ഉണ്ട്. അപ്പൊ 12-ാം അധ്യായത്തിൽ അർജുനൻ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കതിനെ വിസ്തരിക്കാം. അപ്പൊ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ അനാവശ്യ മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് സ്വാമിയോട് സദയം ക്ഷമിക്കുക. നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് വിസ്തരിക്കാം. പിന്നെ ഈ ഭൂതം, ഭാവി, വർത്തമാനം എന്നൊക്കെ പറയുമ്പം അതിൽ സംശയം ഉണ്ടാവുന്നു. നമുക്ക് ഈ ഭൂതം, ഭാവി, വർത്തമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാവി പ്രവചനമൊക്കെ ഉണ്ടല്ലോ. ഈ ക്ലാസ് റൂമിൽ അധ്യാപകൻ, അതായത് ഭാവിയെ ഞാൻ അറിയുന്നു, ഭൂതത്തെ ഞാൻ അറിയുന്നു, വർത്തമാനത്തെ ഞാൻ അറിയുന്നു എന്ന് ഭഗവാൻ പറയുമ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു രീതിയുണ്ട്. അതായത് ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറയുമ്പം ഭഗവാൻ എന്ന് പറയുന്നത് വർത്തമാനമാണ്. അതായത് പ്രസന്റാണത്. അതെല്ലാം അറിയുന്നതാണ്. അതിന് ഇന്നലെയും ഇല്ല, നാളെയും ഇല്ല, അത് ഉള്ളതാണ് എന്നും. അതിനെ ഭഗവാൻ ഒരു പ്രകാരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലാസ് റൂമിൽ അധ്യാപകൻ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ചോദിച്ചു, അധ്യാപകൻ വിദ്യാർത്ഥികളെ തല്ലി. ഭാവി കാലത്തിൽ പറയൂ. കുട്ടി പറഞ്ഞു, വിദ്യാർത്ഥികൾ അധ്യാപകനെ തല്ലി. അവനെ സംബന്ധിക്കുന്ന ഭാവി കാലം അതാണ്. പക്ഷെ അധ്യാപകൻ ചോദിച്ചത് അതല്ല എന്ന് പറയാം. അപ്പൊ നമ്മള് ഭാവിയെ ഞാൻ അറിയുന്നു, ഭൂതത്തെ ഞാൻ അറിയുന്നു, വർത്തമാനത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പം ഞാൻ ദൃക്കാണ്, എല്ലാറ്റിന്റെയും ദൃക്കായി നിലകൊള്ളുന്നു. ദൃശ്യമായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, എന്താണ് ബ്രഹ്മം, എന്താണ് അധ്യാത്മം? അർജുനൻ 7 സംശയങ്ങളാ ചോദിച്ചത്. 7 ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് 7 ചോദ്യങ്ങൾ എന്നാണെങ്കിൽ, 1, കിം ബ്രഹ്മ, എന്താണ് ബ്രഹ്മം? 1. 2, കിം അധ്യാത്മം, എന്താണ് അധ്യാത്മം? 3, കിം കർമ്മ, എന്താണ് ഭഗവൻ കർമ്മം?
4 അതിഭൂതം കിം, എന്താണ് അതിഭൂതം? 5 കിം അതിദൈവം, എന്താണ് അതിദൈവം? 6 കിം അതിയജ്ഞം, എന്താണ് അതിയജ്ഞം? 7 അസ്മിൻ ദേഹേ അതിയജ്ഞഃ കഃ, ഈ ദേഹത്തിൽ അതിയജ്ഞൻ എങ്ങനെ നിലകൊള്ളുന്നു? ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് എന്താ പറയാ സംഗ്രഹിച്ച് മറുപടി കൊടുത്തു എന്ന് പറയാം. എന്താ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അർജുന അക്ഷരം, പരമാത്മാവ്. അത് അവ്യയമാണ്, നാശരഹിതമാണ്. അതുകൊണ്ട് അതിനെ ഞാൻ അക്ഷരമെന്ന് പറയും. ഒരിക്കലും നശിക്കാത്തത്, ക്ഷയിക്കാത്തത് എന്ന് ബ്രഹ്മത്തിന് ഭഗവാൻ ഉത്തരം കൊടുത്തു എന്ന് പറയാം. ആ ബ്രഹ്മം പ്രകടമാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകാത്മാവിനെയാണ് എന്തു പറയുന്നത്? ആ ബ്രഹ്മത്തിന്റെ പ്രകടനം, ആ ഒരു ഭാവത്തെ അതിനെ ജീവൻ എന്ന് പറയാമെന്ന് പറയാം. ആ ജീവനിൽ ഉണ്ടാകുന്നതാണ് എന്ത്? കർമ്മം. കർമ്മത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു. എന്താ അത്? ആ കർമ്മത്തിന് അതിന് നിദാനമായിട്ട് ആശ്രയമായിട്ട് നിലകൊള്ളുന്നത് എന്താണ്? മുൻപ് പറയപ്പെട്ടിട്ടുണ്ട്, സംസ്കാരങ്ങളാണ്, അല്ലെങ്കിൽ ഗുണങ്ങളാണ്. ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രകൃതിയിലെല്ലാം കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ ഇവിടെ ഒന്നുകൂടെ സംഗ്രഹിച്ച് പറഞ്ഞു കൊടുത്തതാ. പിന്നെ അതിന്റെ ആ കർമ്മ ഫലത്തെ വേറൊരു പ്രകാരത്തിൽ ഇവിടെ അതിഭൂതം എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറയാം. തുടർന്ന് അതിൽ അതിവർത്തിച്ച് നിൽക്കുന്ന പുരുഷനെ ഭഗവാൻ എന്തു പറഞ്ഞു? അതിദൈവം. അതിന്റെ ആ അതിദൈവത്തിനായിട്ടുള്ള, അതിന്റെ പ്രാപ്തിക്കായിട്ടുള്ള പ്രയത്നത്തെ അതിയജ്ഞം. ഇതെല്ലാം അറിയുന്നവൻ, അതിന്റെ ഭോക്താവും ഫലദാതാവുമായിട്ട് വീണ്ടും ഞാൻ നിലകൊള്ളുന്നു, ബ്രഹ്മം എന്ന് പറയാം. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അന്ധകാലേ ച മാം ഏവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാതി സമദ്ഭാവം യാതി ന അസ്തി അത്ര സംശയഃ. അത്ര സംശയഃ ന അസ്തി, സംശയിക്കണ്ടെന്ന് പറയാം. എവിടെ? യഹ, യാതൊരുവനാണോ അന്ധകാലേച്ച, അന്ധകാലം എന്ന് പറഞ്ഞാൽ അന്ധകാലം, അവസാന സമയം, മരണത്തോട് മരിക്കുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ മരണവേളയിൽ മാം ഏവ സ്മരൻ, മാം ഏവ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളാണ്, ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ പറയുന്ന കൂട്ടത്തില് ആചാര്യന്മാർക്ക് പിഴവ് പറ്റിയതാകാമോ, അല്ലെങ്കിൽ അത് കേട്ട ആളുകൾക്ക് പിഴവ് പറ്റിയതോ എന്തോ അറിയില്ല. പക്ഷെ കാലക്രമത്തിൽ അന്ധകാലത്തിലാണ് ആധ്യാത്മികത എന്ന് കരുതിയിട്ടുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തല നരയ്ക്കണം എന്നാണ്. എന്തുകൊണ്ട്? ഇത്തരം ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുന്ന സമയത്തായിരിക്കാം അങ്ങനെ കേട്ടത്. പലതും അങ്ങനെ സംഭവിക്കാമല്ലോ. ഈ കേൾക്കുന്നതിന് പല കുഴപ്പങ്ങളും ഉണ്ട്. ഒരാള് ബോംബെയിൽ പോയിട്ട് ഈ ഇന്റർവ്യൂവില്, അദ്ദേഹം ബോംബെയിൽ അമ്മാവനും അമ്മായിയും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, എടാ നിനക്ക് ഒരു ജോലി കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. അതൊന്നും സാരില്ല, ഞാൻ കമ്പനിയുടെ ആളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ചെല്ലും, അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിനക്ക് അത്യാവശ്യമൊക്കെ ഹിന്ദി അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം, എന്നാ ചെല്ലു, ഞാൻ പറഞ്ഞോളാം, അവർ ചോദിക്കുന്നതിനൊക്കെ സമാധാനം പറഞ്ഞാൽ മതി. അങ്ങനെ ചെന്നുന്ന. അപ്പൊ ചെന്നപ്പം എന്താ പറയാ, പേര് ചോദിച്ചു, നാം ക്യാ ഹേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു വേലായുധൻ. അച്ഛാ നാം. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛന്റെ എന്താ പേരാണെന്ന് ചോദിച്ചു. കുട്ടപ്പൻ. ബഹുത് അച്ഛാ നാം. അതെ, അത് നിങ്ങൾക്കുണ്ടാവും. ബഹുത്ത് അച്ഛൻ, എനിക്ക് ഏക്ക് അച്ഛൻ. അജ്ജാതി വർത്തമാനം എന്നോട് പറയുന്നില്ല, അത് നിങ്ങളുടെ അച്ഛന്റെ കാര്യമാണ്. ഞാൻ ഒറ്റ അച്ഛന്, ഏക്ക് അച്ഛന് പിറന്ന ബേട്ട ഹേ എന്ന് പറയും. ബഹുത്ത് അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അനേകം അച്ഛന്മാരാണ് എന്ന് കരുതിയ ബുദ്ധിമുട്ട. ഇത് ഗീതയിൽ എന്നല്ല, എല്ലാറ്റിലും സംഭവിച്ചിട്ടുണ്ട്. കേൾക്കേണ്ടതിനെ, മനസ്സിലാക്കേണ്ടതിനെ, ഉൾക്കൊള്ളേണ്ടതിനെ അതിന്റെ പൂർണ്ണമായ ഭാവത്തോടുകൂടി ഉൾക്കൊള്ളഞ്ഞാൽ കുഴപ്പമാണ്. അപ്പൊ അന്ധകാലേച്ച മാം ഏവ സ്മരൻ മുക്ത്വ കളയവരം, അവസാന കാലത്തിൽ മാം ഏവ സ്മരന്, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് എന്ന് പറയുമ്പം ജീവിതകാലത്തിൽ ഉടനീളം ഭഗവത് സ്മരണ എന്നാൽ എന്തെന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെയൊക്കെയാണ് സ്വാമി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കുഴപ്പത്തിൽ കേൾക്കുക. നിങ്ങളെല്ലാവരും കുഴപ്പത്തിൽ കേൾക്കുന്നു എന്നല്ല, സാമാന്യ ജനത. അപ്പൊ സ്വാമിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ, ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്കത് ശരിക്കും ഉറപ്പായിരിക്കണം, ഒരു ഉറപ്പ് കിട്ടണം. എന്താണ് ഈശ്വരൻ? സ്വാമി, ഞാൻ എന്റെ അവസാന സമയത്ത് ഞാൻ കൃഷ്ണനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഗണപതിയെ അല്ലെങ്കിൽ സരസ്വതിയെ, എന്താണ് സരസ്വതി, എന്താണ് ഗുരുവായൂരപ്പൻ, എന്താണ് കൃഷ്ണൻ, ആരാണ് ശിവൻ, ആരാണ് രാമൻ, ഇതൊക്കെ അറിയൂ. എന്നിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്നത് എന്താ, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ, ആത്മാ എന്ന് പറയുന്നത് എന്താ, നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം. അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ആരെങ്കിലും രാമരാമ എന്ന് പറഞ്ഞാൽ ഈ രാമരാമ അപ്പം വരുമോ? ഇല്ല. രാമരാമ വരണമെങ്കിൽ നല്ല കാലത്ത് നല്ലോണം രാമരാമ വരണം, അപ്പോഴും വരുള്ളൂ. ഗാന്ധിജിക്ക് ആ സമയത്തും ഹേ റാം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അത് ജീവിതത്തിലുടനീളം ഉണ്ടായതുകൊണ്ടാണ്. ഒരു വലിയ ബിസിനസ്സുകാരനെ കുറിച്ച് സ്വാമിജി പറയാറുള്ള ഒരു തമാശയുണ്ട്, ഈ അന്ധകാലേശ മാമേവ എന്നുള്ളതിൽ ഗുരുദേവ് പറയാറുള്ളതാണ്. ഒരു വലിയ ബിസിനസ്സുകാരനാണ്, മാർവാടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവസാന കാലം എടുത്തപ്പോൾ 3 മക്കളാണ്. ആ മക്കളൊക്കെ അച്ഛന്റെ സമീപത്തേക്ക് വരുന്നതാണ്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ജീവൻ പോകുന്ന അങ്ങനെ ഒരു വേളയാണ്. ആ സമയത്തുള്ള ഒരു സന്ദർഭത്തെയാണ് സ്വാമിജി പറയുന്നത്. അപ്പൊ എന്താ, മകൻ വന്നു, മൂത്ത മകൻ മേഘശ്യാം എന്നാണ് പേര്. അപ്പൊ മൂത്ത മകൻ വന്നു, അച്ഛൻ ഇങ്ങനെ പ്രാണവേദന എടുക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, ഇതേ നമ്മുടെ മൂത്ത മകൻ മേഘശ്യാമൻ വന്നിട്ടുണ്ട്, അങ്ങ് വിഷമിക്കേണ്ട, ഞാനുണ്ട്, മേഘശ്യാമനുണ്ട്, അതുകൊണ്ട് നാമം ജപിച്ചോളൂ, രാമനാമം ജപിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മേഘശ്യാമൻ വന്നു എന്ന് പറയുമ്പോൾ അച്ഛനൊന്നും ഇങ്ങനെ നോക്കിയിട്ട് കണ്ണടക്കി. പിന്നെ അടുത്ത പുത്രൻ വന്നു, ഘനശ്യാമൻ. അപ്പൊ പറഞ്ഞു, ഇതേ ശ്യാം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്, ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെന്നൊന്നും കരുതണ്ട, ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ, ശ്യാംലാൽ ട്രേഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അടുത്ത ഘനശ്യാമൻ വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ദേ ഘനശ്യാമൻ വന്നിട്ടുണ്ട്, മേഘശ്യാമനും ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഭയപ്പെടണ്ട, നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവസാനത്തെ സന്തതി മുരളീശ്യാം, അവനും വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഇതാ നമ്മുടെ ഇളയ കുട്ടി മുരളീശ്യാമും എത്തി, ഘനശ്യാമൻ, മേഘശ്യാമൻ, മുരളീശ്യാമനും എന്നു, ഇനി അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഒന്ന് കണ്ണു തുറന്നിട്ട് ചോദിച്ചു, അപ്പൊ കടയിൽ ആരാണ്? അതോടുകൂടി അയാളുടെ കാറ്റും പോയി. അന്ധകാലേച്ച മാം ഏവ സ്മരൻ, കടയെക്കുറിച്ച്. അവിടെ ഇനി ആരെങ്കിലും, എടാ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ സാധനം മേടിക്കാൻ ആരെങ്കിലും വന്നാൽ അവിടെ ആരുണ്ടാവും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരൻ എന്നത് എന്താണെന്നറിയണം. ഇത് പലർക്കുള്ള തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? പല പ്രഭാഷകന്മാരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തിനാ അതങ്ങനെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന്. അവര് തന്നെ ചോദിക്കും, അവര് തന്നെ പറയുന്നതാണ് നിങ്ങളോട്. അതായത് നമുക്ക് എപ്പോഴും ഈശ്വരനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ? കാര്യം നടക്കൂല്ല. അതിനാണല്ലോ നമ്മളെ പൂർവികന്മാർ രാവിലെ കുറച്ച് സമയമൊക്കെ അതിനു വേണ്ടി പറഞ്ഞത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നാമം ജപിക്കണം. ഇതൊരു തെറ്റായ നിർദ്ദേശം തരുന്നതാണ്. കാരണം ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നും വ്യവഹാരത്തിന് സൗകര്യത്തിന് നാം പേര് കൊടുത്തതാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം ബ്രഹ്മപൂജയാണെന്നും ഒന്നൊഴിയാതെ, ഇതാണ് ശാസ്ത്രം, ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിൽ നികൃഷ്ടമെന്നോ ഉത്കൃഷ്ടമെന്നോ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ സൗകര്യത്തിന് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം ബ്രഹ്മപൂജയാണ് എന്നറിഞ്ഞാൽ ആ അറിവാണ് എപ്പോഴും നിലനിർത്തേണ്ടത്. അല്ലാതെ ഈശ്വരന്റെ കാര്യത്തിൽ വിഭജനമൊന്നും നടക്കില്ല. അത് രാവിലെ 6 മുതൽ 6:30 വരെ ഞാൻ സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ നിങ്ങളുടെ ശ്രവണ മനന നിധിധ്യാസനാദി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗം.
അത്രയേ ഉള്ളൂ. അങ്ങനെ കരുതിയേക്കണം, അല്ലെങ്കിൽ ഇത് കുഴപ്പമാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതായത് എപ്പോഴും ഇത് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് കൊല്ലത്തിലൊരിക്കല്, അതിനാണല്ലോ ആചാര്യന്മാര് തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞത്. ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് ഇതിനെയൊക്കെ നന്നായി വിസ്തരിക്കാൻ പോകണം. അതുകൊണ്ട് മരണകാലത്തിൽ എന്ന് പറയുമ്പം ജാഗ്രത അവസ്ഥയിൽ നല്ല ഉറപ്പുണ്ടായിരിക്കട്ടെ ആരാണ് ഭഗവാൻ എന്ന്. ഒരു പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു അത്ര. നിരന്തരം അദ്ദേഹത്തിന് പലിശയ്ക്ക് കടം കൊടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പണ്ടം പണയം വെക്കുക, പണം കടം കൊടുക്കപ്പെടും എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ആള്. സ്വർണ്ണ പണ്ടത്തിന്മേൽ കടം കൊടുക്കപ്പെടും, അതാണ് മൂപ്പരുടെ ഏർപ്പാട്. അങ്ങനെ അദ്ദേഹം മരിക്കാനായി അവസാന സമയം. ഈ അവസാന സമയത്ത് ഭഗവത് പ്രാപ്തി എന്നത് എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. ഇദ്ദേഹം ഒരു ക്രിസ്തീയ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അവരുടെ മക്കൾ വിചാരിച്ചു, ഏതായാലും ഇദ്ദേഹത്തിന് അവസാന കാലമൊക്കെ ആയല്ലോ, ഒരു കാര്യം ചെയ്യാം, നല്ല വഴിക്ക് പോട്ടെ എന്ന് കരുതിയിട്ട് അച്ഛനോട് അവരുടെ വികാരി അച്ഛനോട് പറഞ്ഞു, അപ്പന് സുഖമില്ല, ഇതായിരിക്കുന്നു, ഒന്ന് വരണം, വീട്ടിൽ വരണം, വീട്ടിൽ വന്ന് ഒന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നല്ല കാലത്തൊന്നും പള്ളിയിലൊന്നും വരില്ല, ഒന്നും കേൾക്കില്ല, ഉപദേശമൊന്നും ഇല്ല, പിന്നെ ഇപ്പോഴാണോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം നമ്മുടെ തന്നെ ഒരാളല്ലേ, ശരി വരാം എന്ന മട്ടിൽ അദ്ദേഹം ചെന്നു. അവസാന സമയമല്ലേ. ഇദ്ദേഹമാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വത്തിക്കാനിലൊക്കെ പോയിട്ട് പോപ്പിന്റെ അടുത്തുനിന്ന് ഇതൊക്കെ വളരെ അനുഗ്രഹിച്ചിട്ട് പോപ്പ് ഒരു സ്വർണ്ണ കുരിശൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം അതൊക്കെ ആയിട്ട് പോയിട്ട് ഏതായാലും അദ്ദേഹത്തിന് കയ്യിൽ അങ്ങോട്ട് പിടിപ്പിച്ചു എന്നാ ഭഗവാനെ സ്മരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇതിങ്ങനെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. ആ രൂപത്തെ ധ്യാനിക്കുകയാണെന്ന്. എന്നിട്ട് പറയാണ്, എടാ അവസരത്തെ ഒരു 250 രൂപ കൊടുത്ത് അങ്ങോട്ട് മേടിച്ചു വെച്ചേക്കൂ, തരക്കേടില്ലാന്നാ തോന്നണത്. അപ്പൊ ആ സമയത്തും അതിന് വില പറയുന്ന സ്മരൺ ഭാവം വരില്ല എന്ന് പറയാം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അവസാന കാലത്താണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരില്ല, ഒരാൾക്കും വരില്ല. അതുകൊണ്ട് നല്ല സമയത്ത് അറിഞ്ഞു വെച്ചാൽ മരണം എന്നത് തനിക്ക് ഏകദേശം തോന്നും, എന്താ പറയാ, ഇത് മരിക്കാനായി, എന്റെ സമയമായി. അപ്പം വളരെ സന്തോഷമായിട്ട് മണൽ തീരത്ത് കുട്ടിക്കാലത്ത് കളിവീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കളിവീടുകൾ എപ്രകാരമാണോ കടലെടുത്ത് കൊണ്ടുപോകുന്നത് നോക്കി ചിരിച്ചത്, എന്നിട്ട് നടന്നുപോയത്, അതുപോലെ ഈ ശരീരം കളിവീടായിട്ട് ആ മഹാസമുദ്രത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരുന്നത് പോലെ യാതൊരു വിഷമവും കൂടാതെ നോക്കി കാണാൻ പറ്റുന്നത്. അങ്ങനെ പറ്റണം. അതിനുള്ള അഭ്യാസം നേരത്തെ കാലത്തേ ചെയ്തേക്കണം. അത് പ്രായമായിട്ടല്ല ചെയ്യേണ്ടത്. ഭഗവാൻ ഇവിടെ അന്ധകാലേച്ച മാം ഏവ സ്മരൻ കളയവരം മുക്തുവ, എന്നെ സ്മരിച്ചുകൊണ്ട് സ്മരൻ വിചാരിക്കുന്നവനായിട്ട്, കളയവരം എന്ന് പറഞ്ഞ ശരീരം, നല്ലൊരു പ്രയോഗ ശരീരത്തെ കളയവരം എന്ന് പറയുന്നത്. എന്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, മുക്ത്വാ പ്രയാതി വിട്ടുപോകുന്നത്, സഹ അവൻ മദ്ഭാവം യാതി, എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. അതെന്റെ ഭാവം എന്താണ്? അവന്റെ ശരീരത്തിന്റെ അഭാവത്തിൽ അവൻ എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവ്യയനാണ്, ഞാൻ അജനാണ്. അപ്പൊ ഭഗവത് ഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പം അത് ടിവിയിലൊക്കെ ആ സംവിധായകൻ അത് കാണാൻ, നമ്മളെ കാണിക്കാൻ അദ്ദേഹത്തിന്റെ പരിശ്രമം, ഒരു ലൈറ്റ് പോയിട്ട് വേറൊരു ലൈറ്റിൽ പോയി ചേരുക എന്നൊക്കെ സാധിക്കും. അവർക്കുണ്ടല്ലോ പരിമിതികൾ. ഇപ്പൊ പുതിയ ടെക്നോളജിയൊക്കെ വന്നതുകൊണ്ട് കുറേയും കൂടെ സൗകര്യമാണ്. പണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ കാട്ടിലൂടെ അങ്ങനെ പോയിട്ട് എവിടെയോ പോയിട്ട് ചേരും എന്ന് പറയാം. അപ്പൊ മദ്ഭാവം യാതി എന്ന് പറയുമ്പം മരണമില്ലാത്ത, അവിടെയാണ് നരൻ നാരായണനാകുന്നത്, മാനവൻ മാധവനാകുന്നത്, പുരുഷൻ പുരുഷോത്തമനാകുന്നത് ഒക്കെ ഇവിടെയാണ്. മദ്ഭാവം യാതി, ഈ വിഷയത്തിൽ, അത്ര
അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ. സംശയ നാസ്തി, സംശയം വേണ്ട നമ്മളോട് പറയുന്നു. ഭഗവാനെ, ഓ എനിക്ക് ഗതി കിട്ടുമോ? ഇതാ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കരുത്. ഇതാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഗതിയുണ്ട്. നിങ്ങളുടെ ഗതിയെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഒരാൾക്കും സാധ്യമല്ല. ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഗതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിഷമിക്കേണ്ട. ചിലപ്പം അമ്മയും അച്ഛനും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, എടാ നീയൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല. അത് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത സമയത്ത് അവർ പറഞ്ഞതാ. ഒരിക്കലും നിങ്ങൾ ഒരാളോട് പറയാനും പാടില്ല നീ ഗതി പിടിക്കില്ല. നമുക്കതിന് അധികാരമില്ല. അധികാരമില്ലാത്ത വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല മോനെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കും. നിങ്ങൾ ഈ വാക്ക് ഞാൻ പുറത്തു വിട്ടുവല്ലോ എന്ന് അമ്മമാരെന്നെ കുട്ടികളോട് പറയുന്നതാണ്. ഒരിക്കലും ഒരു അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ അറിയാതെ പറഞ്ഞു പോണു. ചിലപ്പോൾ നിങ്ങൾ തന്നെ കേൾക്കും, ഈ എത്ര ഗീത കേട്ടിട്ട് എന്താ, നിങ്ങളൊന്നും ഗതി പിടിക്കാൻ പോണില്ല അമ്മേ. ശരിയാണല്ലോ സ്വാമി, സ്വാമി ഇത് ജനലിന്റെ അടുത്ത് വന്ന് കേട്ടോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നും. കാരണം പറയും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നമ്മളും ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാതെ നോക്കുക. ആരെങ്കിലും പ്രയോഗിച്ചാൽ തന്നെ അതൊന്നും നമ്മുടെ ഗതിയെ നിയന്ത്രിക്കാൻ പോകുന്നതല്ല എന്ന് പറയാം. ക്രിസ്തുവിന്റെ ഒരു ബൈബിളിൽ ഒരു വചനമുണ്ട്. അദ്ദേഹം പറയുന്നു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് പെരുമ്പറകൾ കൊട്ടുന്നത് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും. പെരുമ്പറകളെ നിങ്ങൾക്ക് എന്താക്കാം? നിശ്ചലമാക്കാം. വീണക്കമ്പികളെ നിങ്ങൾക്ക് അയക്കാം. എന്നാൽ വാനമ്പാടിയോട് പാടരുതെന്ന് പറയാൻ, അതിന്റെ പാട്ട് നിർത്താൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? അതുപോലെയാണ് ഇത് എന്ന് പറയാം. നിങ്ങളുടെ ഗതിയെ തടയാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. ഓർക്കുക. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അത്ര സംശയ നാസ്തി. അവിടെ സംശയത്തിന്റെ ഒരല്പം പോലും സംശയം വെക്കേണ്ടതില്ല. തുടർന്ന് യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തെ കളേബരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. യം യം വാ അപി സ്മരൻ ഭാവം ത്യജത്യന്തെ കളേബരം തം തം ഏവ ഏതി ഹേ കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, യഹ യാതൊരുവൻ അന്തേ അന്തേ എന്ന് പറഞ്ഞാൽ അവസാന സമയത്ത്, മരണസമയത്ത്. മരണസമയം എന്ന് പറയുമ്പം അത് വളരെ ഓർക്കേണ്ടതാണ്. എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആ സ്വാമി ഇപ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? അതുണ്ട്, ആയിട്ടില്ല. അതെപ്പോഴത്? അത് ഇനി ഉണ്ടല്ലോ അല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആദ്യം അറിഞ്ഞേക്കണം. അത് എപ്പോ വേണമെങ്കിലാവാം, ഏത് നിമിഷവും. അയ്യോ, അതെ, ഏത് നിമിഷവും. ഒരു തുമ്മല് കൂട്ടത്തില് ബും, കഴിഞ്ഞു കഥ. അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തുമ്മാൻ പേടിക്കണ്ട. ഒരു ചുമ, അതൊക്കെ മതി, ധാരാളം. അത് വരുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ മഹാഭാരതത്തില് ഈ ഒരു സത്യം അറിയിപ്പിക്കുന്ന ഒരു സന്ദർഭത്തെ യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധവിഷയത്തിലുള്ള സംശയത്തെ, യുദ്ധവിഷയത്തില് ഭീമസേനനുണ്ടായ സംശയം യുധിഷ്ഠിരനോട് പോയി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നു അത്രേ, ഭീമ, ഞാൻ നാളെ പറയാം. ഇത് കേട്ട ഭീമസേനൻ പെരുമ്പറ കൂട്ടുന്നു. പെരുമ്പറ കൂട്ടി സന്തോഷവാനായിട്ട് കണ്ട സമയത്ത് മറ്റുള്ളവർ ചോദിക്കും, എന്താ ഇത്ര സന്തോഷം? ജ്യേഷ്ഠൻ നാളെ പറയാന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ ഇത്ര സന്തോഷം? അല്ല, ജ്യേഷ്ഠൻ നാളെ എന്നോട് പറയും എന്നുള്ളത് ഉറപ്പാണ്. ജ്യേഷ്ഠൻ നാളെ ജീവിച്ചിരിക്കും എന്ന് ഉറപ്പാണ്. അതൊരു ഉറപ്പാണെന്ന് പറയും. നമ്മളൊക്കെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം വരെ ഇപ്പൊ തന്നെ പറയും. ആവട്ടെ, സമയാവട്ടെ, ഒക്കെ സമയാവട്ടെ എന്ന് ഗീതാജ്ഞാനയജ്ഞ. അത് സ്വാമി ഇനി അടുത്ത കൊല്ലമൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ വരാം. അടുത്ത വർഷം ഉണ്ടാവില്ലേ? അത് വരാം. അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ. അതുകൊണ്ട് മരണം എന്നുള്ളത് എപ്പോഴാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അന്തേ, ഒടുവിൽ,
ഉപനിഷത്തില്, ഈശാവാസ്യ ഉപനിഷത്തില് ഒരു മന്ത്രമുണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ളതാ. എന്താണ് പറയുന്നത്? അവിടെ പറയണു, ശരീരം വിടുന്നതിന് മുൻപായിട്ട് സ്വയം വിചാരം ചെയ്യുന്നതാണ്. ഓം ക്രതോസ്മര കൃതം സ്മര, ക്രതോസ്മര കൃതം സ്മര. ചെയ്തതിനെ സ്മരിക്കൂ, ചെയ്തതിനെ സ്മരിക്കൂ, ചെയ്തതിനെ സ്മരിച്ചുകൊണ്ടിരിക്കൂ പ്രണവത്തോടൊപ്പം. അപ്പൊ അതെപ്പോഴാ? മരണസമയത്താണ് പറയുന്നത്. അപ്പൊ മരണസമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കയിലേക്ക് ഒരു പ്രത്യേക ഇതുണ്ടോ? നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഇതിൽ നമ്മുടെ തെറ്റിദ്ധാരണകൾ നീങ്ങുന്നത് ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മരണത്തിന് മുൻപായിട്ട് ഒരു എന്താ പറയാ, രോഗത്തെ പ്രാപിച്ച് നാം കിടക്കയിൽ അവശനായി ആശുപത്രിയിലോ മറ്റോ കിടക്കുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്യുന്നുണ്ട്. അതാ ഈ കുഴപ്പം. വളരെ കുറഞ്ഞ കേസേ ഉള്ളൂ. അത് എല്ലാവരും അങ്ങനെയല്ലല്ലോ. ആണോ? അങ്ങനെയാണോ? ഇനിയിപ്പം എപ്പോഴാണ് മരിക്കുക എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അങ്ങനെയല്ല. മരണത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ചു കാലം ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ വീട്ടിലോ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി കുറെ കഴിഞ്ഞാൽ വരും. അത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പിന്നീടാവാം എന്നാലോചിക്കുന്നത്. അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നത് എപ്പോഴും സദാ എന്നാണ്. എപ്പോഴും ആകാം അത്. അതുകൊണ്ട് ചെയ്തതിനെ സ്മരിക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് അത് സ്മരിക്കൂ. അതാണ്. അതായത് ഇന്നലെ എന്തൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് ഓർക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിന്റെ ചെയ്തികളിൽ നീ അങ്ങേയറ്റം ജാഗ്രതയുള്ളവനായിരിക്കണം എന്നാണ്. അപ്പോ അന്തേ യം യം വാ ഭാവം, യം യം വാ ഭാവമപി, ഒടുവിൽ മരണസമയത്ത് ഏതേത് ഭാവത്തെ, രൂപത്തെ ആയിരുന്നാലും സ്മരൻ കളയവരം ത്യജതി, സ്മരിച്ചുകൊണ്ട് കളയവരം ശരീരത്തെ ത്യജതി, ഉപേക്ഷിക്കുന്നുവോ. അപ്പൊ ഏതേത് ഭാവത്തെ കൈക്കൊണ്ടാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, സഹ അവൻ സദാ എല്ലായ്പ്പോഴും തത് ഭാവഭാവിത തം ഏവ ഏതി, അതത് രൂപത്തിൽ അതത് ഭാവനയ്ക്കനുസരിച്ച് അതത് രൂപത്തെ തന്നെ അവൻ പ്രാപിക്കുന്നു. അപ്പൊ കഴുതയായിട്ട് തീരണമെങ്കിൽ കഴുതയുടെ ഭാവവുമായിട്ട് മരണവേളയിൽ പോയാൽ മതി. അങ്ങനെയാണ്. ഇതൊരു ഗീതാശാസ്ത്രം വലിയൊരു സത്യം പറയുകയാണ്. അപ്പൊ വൈവിധ്യമാർന്ന യോനികളിലേക്ക് നാം പ്രവേശിക്കുന്നതിന്റെ ഒരു എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ്. നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. എവിടേക്ക് പോകണം എന്ന് നാം തീരുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഗതി ഊർധ്വഗതിയായിരിക്കണം. നാം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഗതി ഊർധ്വഗതിയായിരിക്കണം, അധോഗതിയാവരുത്. അങ്ങനെ അധോഗതിയാവുന്നത് അധമവികാര വിചാരങ്ങൾ നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നു. അത്യുദാത്തമായ വികാര വിചാരങ്ങൾ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇതിന് ഭഗവാൻ നേരത്തെ പറഞ്ഞു, എന്താ യോഗിനാം കുലേ ഭവതി എന്നൊക്കെ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഓരോന്ന് പറയുക. ഒരമ്മ പറയേ, അതെ എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മാവൻ പറഞ്ഞതെന്നറിയോ? എന്റെ ജാതകത്തിൽ ഉണ്ടത്രേ കള്ളന് കഞ്ഞി വെക്കണം നിങ്ങളുടെ കൂടെ കൂടിയപ്പം. അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വിട്ടേക്കുക. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയൊക്കെ ജാതകത്തിൽ എനിക്ക് ഇങ്ങനെയാണ് മരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്ടോളൂ. എന്നിട്ടോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കൂ. നിങ്ങളുടെ സ്മരണ എപ്പോഴും എന്താണ്? ഉദാത്തമായതാണോ? അത് ഏതെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിരന്തരം, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നിരന്തരം നേരിടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ തിരിച്ചറിവോട് കൂടിയിട്ട് ഈ സത്യത്തെ കണ്ട് മുൻപിലേക്കാണോ നാം പോകുന്നത്? ആ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നവർ അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് മഹാത്മാക്കളുടെ ഒരു ലക്ഷണമാണ്. അല്ലാതെ മുറുകെ പിടിച്ചിരിക്കലല്ല. ചിലരങ്ങനെയല്ല. ചിലരങ്ങോട്ട് ഇത് ഞാൻ അങ്ങനെയാണ്, ഇതൊന്നും ഞാൻ ഇളകുന്ന പ്രശ്നമില്ല. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വൈശ്യസ്യ സംശയഃ.
തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയി അർപ്പിത മനോബുദ്ധി മാം ഏവ ഏഷ്യസി സംശയഃ. പറയുന്നു ഭഗവാൻ, തസ്മാത്, തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഏതുകൊണ്ട്? ഇതൊക്കെയാണ് കാര്യം എന്നുള്ളത് കൊണ്ട്. ഏതൊക്കെയാണ് സ്വാമി കാര്യം? എന്താ ഇതൊക്കെ? എന്നെ അനുസ്മരിച്ചുകൊണ്ട്, ഏതേത് ഭാവത്തെയാണ് സ്മരിച്ചുകൊണ്ട് ശരീരം വിടുന്നത്, ആ ഭാവത്തെ പ്രാപിക്കും എന്നുള്ളതിനാൽ നീ എന്തു വേണം? സർവേഷു കാലേഷു, അടിവരയിട്ടോളൂ. സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലിലിടുന്ന ഒരു ഷൂവിനെ കുറിച്ചല്ല. സർവേഷു കാലേഷു, എല്ലാവരുടെ കാലിലും പാകാവുന്ന ഒരു ഷൂ. സർവേഷു കാലേഷു എന്നുള്ളത് ഒരു പ്രയോഗം. കാലേഷു കാലങ്ങളിലും, സർവനാമ ശബ്ദത്തെ പറയും. എല്ലാ കാലങ്ങളിലും. സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ എല്ലാ കാലങ്ങളിലും. എല്ലാ കാലങ്ങളിലും എന്ന് പറയുമ്പം റംസാൻ കാലത്ത്, പെരുന്നാൾ കാലത്ത്, ഓണക്കാലത്ത്, വിഷുക്കാലത്ത്, മണ്ഡലകാലത്ത്, ആധ്യാത്മികതയ്ക്ക് അങ്ങനെ കാലമൊന്നുമില്ല. അങ്ങനെ പുണ്യനാളുകൾ എല്ലാ നാളും, എല്ലാ സമയവും. ഇതൊക്കെ എന്ത് അനുഗ്രഹീത, എന്താ പറയാ, അനുഗ്രഹം ചൊരിയുന്ന മന്ത്രങ്ങളാണ്. രാത്രി 12 മണിക്ക് സൗകര്യമാണെങ്കിൽ ആവാം, കർക്കിടകത്തിൽ ആവാം. അതിനൊരു നല്ല കാലം വരട്ടെ. നല്ല കാലം എപ്പോഴാണോ നിങ്ങൾ തുടങ്ങുന്നത് അപ്പൊ തന്നെ നല്ല കാലം. ആരാ പറഞ്ഞത്? ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? സർവേഷു കാലേഷു, എല്ലാ കാലങ്ങളിലും. എന്താ പറഞ്ഞത്? മാം അനുസ്മര, എന്നെ തന്നെ സ്മരിക്കുക. എന്നെ സ്മരിച്ചുകൊണ്ട്, അപ്പം അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും എന്നെ സ്മരിച്ചുകൊണ്ട് എന്ത് വേണം? യുദ്ധ്യച, യുദ്ധം ചെയ്യൂ. അപ്പൊ നീ എല്ലാ കാലങ്ങളിലും എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക. എന്നെ സ്മരിച്ചാൽ ഉണ്ടാകുന്ന യുദ്ധമേത്? ഇതാണ് ഗീതയുടെ വേറൊരു വിഷയം. എന്നെ സ്മരിച്ചുകൊണ്ട് ഒരു പോർക്കളത്തിൽ നീ അടരാടുന്നുവെങ്കിൽ ആ യുദ്ധഭൂമി ഏതെങ്കിലും ഒരു, എന്താ പറയുക, ഒരു ബാഹ്യമായ ഒരു പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഭൂമി ആയിരിക്കില്ല എന്ന് പറയാം. അത് സ്വശരീരം തന്നെയാണ്. തന്റെ അന്തരാത്മാവിൽ, തന്റെ അകത്തേക്ക് നോക്കിയിട്ടുള്ള യുദ്ധം തന്നെയാണ്. താൻ തന്നോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിനെയാണ് ധർമ്മയുദ്ധം. ഇതിനെയാണ് ധർമ്മയുദ്ധം എന്ന് പറയാം. മാം അനുസ്മര യുദ്ധ്യച. ആ യുദ്ധത്തിനായി നീ എന്താണ് ചെയ്യേണ്ടത്? മൈ അർപ്പിത മനോബുദ്ധി. നിന്റെ ബുദ്ധി, നിന്റെ മനസ്സ് എന്നിൽ അർപ്പിതമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ത്വം, നീ മാം ഏവ ഏഷ്യസി, നീ എന്നെ തന്നെ പ്രാപിക്കും. എന്താ ഭഗവാൻ പറയുന്നു? അസംശയം. ഈ വിഷയത്തിൽ സംശയം വേണ്ട. വീണ്ടും പറയുന്നു, നീ അപ്പം ബാഹ്യമായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിച്ചോളൂ. വിനോബാജി ഇവിടെ ഈ ഒരു ശ്ലോകത്തിന് വിനോബാജി ഒരു ഇത് പറയുന്നുണ്ട്. അതായത് ഈ പാറമേടില്, പാറ പൊട്ടിക്കുന്നിടത്ത് ഒരാള് പാറയ്ക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചുറ്റിക വെച്ചിട്ട് വലിയൊരു പാറയാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ അടിയടിക്കുക, ഠ ഠ ഠ എന്ന് പറഞ്ഞുകൊണ്ട് 20ാമത്തെ അടിക്ക് ആ പാറ എന്താ പറയാ, തളർന്നു പോവുകയാണെന്ന് പറയാം. അപ്പൊ 19 അടിയോ, 19 അടി 20ാമത്തെ അടിക്കുള്ള, ആ 20ാമത്തെ അടി ഒന്നുമല്ല സത്യം പറഞ്ഞ 19 അടികളാണ് അതിന്റെ സാർത്ഥകമായിട്ടുള്ളത്, അതിനെ പൊളിക്കാൻ പാകത്തിനാക്കിയത് എന്ന് പറയാം. പിന്നെ 20ാമത്തേത് വന്ന് വീഴേ വേണ്ടു, അതങ്ങോട്ട് പൊളിയുകയായി എന്ന് പറയാം. ഇതുപോലെയാണ് മാം അനുസ്മര എന്ന് പറഞ്ഞ് യുദ്ധ്യജ എന്ന് പറഞ്ഞാൽ ഈ ധ്യാനത്തിലേക്ക് നാം ചെയ്യേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. നിരന്തരം ഭഗവത് സ്മരണ. അതിനെന്തു വേണം? മനസ്സിനെയും ബുദ്ധിയെയും സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയാം. പിന്നെ എല്ലാ ബഹളം വയ്ക്കലും നിർത്തും, വർത്തമാനം പറയലും നിർത്തും. നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടി വരുന്നത് തന്നെ? ഈ സംശയങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധം നടക്കുന്നതുകൊണ്ടാണ്. ഉള്ളിൽ യുദ്ധം നടക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നത്. അത്ര യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാലോ അധികം സംസാരിക്കൊന്നും വേണ്ട. പിന്നെ ചിലർക്കുണ്ട് വല്ലാതെ യുദ്ധം കൂടുമ്പോഴും സംസാരം നിൽക്കും. അത് പിന്നെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം. മുഖത്ത് യുദ്ധം ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ചിലര്
അങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അവിടെ സംസാരിക്കാതിരിക്കാനുള്ള കാരണമെന്ന്. അതുകൊണ്ട് എല്ലാ സംസാരങ്ങളും അതരങ്ങൾ നിശ്ചലമാവുന്ന എന്താ ഹൃദയത്തിൽ സംഘർഷമില്ലാതെയാവുമ്പം. ഹൃദയത്തിൽ സംഘർഷം ഉണ്ടാവുമ്പോഴാണ് ഹൃദയം അതരത്തിലേക്ക് വരുന്നത്. ഹൃദയം അതരത്തിലേക്ക് വരില്ല, സംഘർഷങ്ങൾ അതരത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ അതരത്തിന് പ്രകടമാകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട്, അതരത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഹൃദയം ശാന്തമായി കഴിഞ്ഞാൽ അതരവും ശാന്തമാവും. ഹൃദയം ശാന്തമാകണമെങ്കിൽ ഈ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പൊ ഹൃദയത്തിന്റെ പ്രശാന്തത. അപ്പം യുദ്ധം ഭഗവാൻ പറയുന്നത് അന്തരംഗത്തിലേക്കാണ്, അന്തരാത്മാവിലേക്കാണ്. അതിനെയാണ് ധർമ്മയുദ്ധം എന്ന് ഗീത പറയുന്നത്. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അഭ്യാസയോഗയുക്തേന ചേതസ ന അന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാൻ അനുചിന്തയൻ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, അഭ്യാസയോഗയുക്തേന, അഭ്യാസയോഗം, അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം. ഭഗവാൻ ഇവിടെ പറയുന്ന ഈ ഒരു നിർദ്ദേശം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഒരിക്കൽ നാം അതിൽ നിന്ന് പരാജയപ്പെട്ടുവെങ്കിൽ ആ പരാജയത്തെ നാം ഇത് ഞാൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് വിചാരിക്കരുത്. അഭ്യാസം ആവർത്തിച്ച് നാം പരിശീലിക്കേണ്ടതുണ്ട്. അതിനെയാണ് ഇപ്പൊ ധ്യാനത്തിലിരുന്നു, ഉറക്കം വന്നു, പിറ്റേ ദിവസവും ഇരുന്നു, ഉറക്കം വന്നു. 2-3 ദിവസമായപ്പോ ആളുകൾ പറയാൻ തുടങ്ങി ഇതേ നിങ്ങൾ ഉറങ്ങുന്നുണ്ട് എന്ന്. അപ്പം അവരും പറഞ്ഞു ഇത് നിങ്ങൾക്ക് ശരിയാവില്ല കേട്ടോ. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തീരുമാനം എടുക്കരുത്. നിങ്ങൾ എന്ത് വേണം, ആവർത്തിച്ച് പരിശീലിക്കാൻ തയ്യാറാകണം. അങ്ങനെയാണ് അഭ്യാസയോഗയുക്തേന, പരിശീലനം നിമിത്തം അതൊരു ഉപായമാക്കി സ്വീകരിച്ചുകൊണ്ട് ന അന്യഗാമിന, മറ്റുള്ളതിൽ പോകാതെ. പറയുന്നത് നോക്കൂ, മറ്റുള്ളവർ പലതും പറയും, ആ വഴിക്കൊന്നും പോകാതെ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ അങ്ങേയറ്റം സൂത്രശാലിയാണ്. ആ സൂത്രശാലിയായ മനസ്സ് മറ്റു പലയിടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പറയാം. ആ വഴിയിലേക്കൊന്നും പോകാതെ. ചേതസ, ചേതസ എന്ന് പറഞ്ഞാൽ സ്വചേതസ, സ്വന്തം മനസ്സുകൊണ്ട്. അനുചിന്തയൻ, അനുചിന്തയൻ എന്ന് പറയുമ്പം ധ്യാനം എന്ന് തന്നെയാണ്. അനുചിന്തനം ധ്യാനമാണ്. ചിന്തിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ ദിവ്യം പരമം പുരുഷം യാതി. ദിവ്യമായ, ദിവ്യം ദിവ് ദ്യോതന സ്വരൂപം, പ്രകാശമയമായ പ്രകാശരൂപനായിട്ടുള്ള പരമം പുരുഷം, പരമപുരുഷനെ യാതി, പ്രാപിക്കുന്നു. ദിവ്യം പരമം പുരുഷം യാതി, ദിവ്യമായ, ദിവ്യം ദിവ് ദ്യോതന സ്വരൂപം, പ്രകാശമയമായ പ്രകാശരൂപനായിട്ടുള്ള പരമം പുരുഷം, പരമപുരുഷനെ യാതി, പ്രാപിക്കുന്നു. അപ്പോ യുദ്ധത്തിലൂടെ ഭഗവാൻ പറയുന്നത് പരമപുരുഷനെ പ്രാപിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഗീതയുടെ യുദ്ധം എന്താണെന്ന്. ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. തൊട്ടടുത്ത് പറയുകയാണ് പരമപുരുഷനെ പ്രാപിക്കുന്നതിനായിക്കൊണ്ട് നീ മനസ്സിനെ നിയമനം ചെയ്യേണ്ടതുണ്ട്. നിയമനം ചെയ്ത മനസ്സുകൊണ്ട് ആ പരമപുരുഷനെ പ്രാപിക്കേണ്ടതുണ്ട്. അതിനായിക്കൊണ്ട് അർജുന തസ്മാത് മാം അനുസ്മര യുദ്ധ്യ, എന്നെ സ്മരിച്ചുകൊണ്ടുള്ള യുദ്ധം ഇതാണ്. അടുത്ത 2 ശ്ലോകങ്ങൾ ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്, നോക്കാം. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേത്യഃ സർവസ്യ ധാതാരമചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. അല്ലയോ അർജുന, നിന്റെ മനസ്സ്
മറ്റു വിഷയങ്ങളിൽ പോകാതിരിക്കട്ടെ. പരമമായ ഞാനായിരിക്കട്ടെ നിന്റെ മനസ്സിന് എത്തിച്ചേരേണ്ടുന്ന ഇടം. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ നിന്നൊക്കെ നിന്റെ മനസ്സിനെ നിയമനം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. സംശയം ഉണ്ടാകാൻ പാടില്ലാത്തതും ആണ്. തുടർന്ന് ഭഗവാൻ ആ നിത്യവസ്തുവായ ബ്രഹ്മത്തിൽ ഏത് പ്രകാരത്തിൽ ചെന്നു ചേരുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പറയണം. കവിം പുരാണം അനുശാസിതാരം അണോഹോ അണീയാംസ അനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്യരൂപം ആദിത്യവർണം തമസ പരസ്താദ് പ്രയാണകാലേ മനസ ഭക്തിയാ യുക്തോ യോഗബലേന ചയേവ ഭ്രുവോഹോ മധ്യേ പ്രാണം ആവേശ്യ സമ്യക് സഹ തം പരം പുരുഷം ഉപൈതി ദിവ്യം. പറയണം യോഗബലേന അചലേന മനസ. യോഗബലേന എന്ന് പറഞ്ഞാൽ യോഗബലം എന്ന് പറഞ്ഞാൽ നിരന്തര അഭ്യാസത്തിൽ നിന്നുണ്ടായ ബലം നിമിത്തം. അപ്പൊ ആവർത്തിച്ചുള്ള പരിശീലനം ഒരുവൻ എന്ത് നൽകുന്നു? ബലം നൽകുന്നു. ബലം എന്ന് പറഞ്ഞാൽ ഒരു ദൃഢത, ഒരു ഉറപ്പുണ്ടാകും. ഏത് അഭ്യാസത്തിലും ഉണ്ടല്ലോ അത്, അല്ലേ? ഒരുവനൊരു ഉറപ്പുണ്ടാകും. അഭ്യാസമൊന്നും ഇല്ലാത്തവനോ ഒന്നുമില്ല എന്ന് പറയാം. അപ്പൊ ഈ കയറിന്റെ മുകളിലൂടെ നടക്കുന്ന ഒരാള്, അയാൾ അഭ്യാസമുള്ള ആളാണ്. നിങ്ങൾക്കൊരു ദിവസം അങ്ങോട്ട് നടക്കാൻ പറ്റുമോ കയറിന്റെ മുകളിലൂടെ? ഇല്ല. ചിലപ്പോൾ അയാൾക്ക് റോട്ടിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അയാള് കയറിലൂടെ നടക്കുന്നു പറയാം. ചിലർക്ക് അങ്ങനെയാണ് അഭ്യാസം. അവര് ചെറിയ വളയത്തിന്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകും, ഒരു പ്രയാസവും കൂടാതെ. പക്ഷെ വീട്ടിന്റെ വാതിലൂടെ പോകുമ്പോൾ തലയൊക്കെ മുട്ടും എവിടെയെങ്കിലുമൊക്കെ. വളയത്തിലൂടെ അവര് എങ്ങനെയാണ്? അഭ്യാസം ഹേതുവായിട്ട്. ഇപ്പം യോഗബലേന അഭ്യാസ ബലം നിമിത്തം അത് ഹേതുവായിട്ട് അചലേന മനസ എല്ലാം ചേർത്ത് വായിച്ചുകൊള്ളണം. അപ്പൊ മനസ്സിന് എന്തുണ്ടാകുന്നു? ഇളക്കമില്ലാത്ത ഉറപ്പ് വന്ന മനസ്സുകൊണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തുണ്ടാവും? ഭക്തിയായുക്ത, ഭക്തിയോട് കൂടിയവനായിട്ട്. അഭ്യാസബലം നിമിത്തം ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി അതുപോലെ തന്നെ ഭക്തിയോട് കൂടിയവനായിട്ട്, യുക്ത കൂടിയവനായി, യാതൊരുവൻ പ്രയാണകാലേ മരണസമയത്ത് പ്രാണനെ ഭ്രുവോഹോ മധ്യേ ആജ്ഞാചക്രത്തിൽ അല്ലെങ്കിൽ പുരികങ്ങളുടെ മധ്യത്തിൽ. പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രാണനിലേക്ക് ഒരുവൻ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുന്നു. അവന്റെ ശ്രദ്ധ ഏതൊന്നാണോ തന്നെ ഇത്ര കാലം നിലനിർത്തിയത്, തന്റെ ശരീരത്തിൽ പ്രഥമനായി വർത്തിച്ചത്, പ്രഥമ പ്രാണഹ എന്നാണ് പറയുക. ഒന്നാമത്തെ പ്രാണൻ. ഗംഭീരാണ്. ഉപനിഷത്തിൽ ചോദ്യമുണ്ട്. പ്രഥമ പ്രാണഹ, എങ്ങനെയാണ് പ്രഥമനായ പ്രാണൻ പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ പ്രാണൻ. ഒന്നാമത്തെ പ്രാണൻ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാ ഉപനിഷത്ത് പറയുന്നത്? ഒന്നാമത്തെ പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ മുഖ്യൻ എന്നാണ്. മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ആദ്യ പ്രാണനെ എടുത്തുവല്ലോ. അതുവരെ പൊക്കിൾക്കൊടിയിലൂടെ അമ്മ ശ്വസിച്ചത് തന്നെയാണ് വേറൊരു പ്രകാരത്തിൽ ശ്വസിച്ചുകൊണ്ടിരുന്നത്. ശ്വസനം അവിടെ വേറൊരു പ്രകാരത്തിലായിരുന്നു. അല്ലാതെ ആ ചർമ്മത്തിനകത്ത് അതിൽ നിന്ന് ശ്വസിക്കുകയായിരുന്നില്ല. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത്രയൊന്നും സ്വാമി ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എവിടെ എങ്ങനെയാണ് പ്രാണപ്രവർത്തനം നടന്നത്. അറിയില്ലെങ്കിൽ ജീവശാസ്ത്രം എടുത്ത് പഠിക്കൂ, അതിൽ കാണാം. പക്ഷെ കുട്ടി പുറത്തേക്ക് വന്ന സമയത്ത് ഒന്ന് ഭാവന ചെയ്യൂ. ആദ്യത്തെ പ്രാണനെ ഉൾക്കൊണ്ടത് ആരായിരുന്നു? അതിന് പ്രേരിപ്പിച്ചത് ഉപനിഷത്തിലെ വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. ഏത് 5000 ചില്ലാനും വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഉപനിഷത്ത് വിദ്യാർത്ഥി തന്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്. MBBS കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഡോക്ടറായിട്ട് 10-25 വർഷം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇനിയും ഈ ചോദ്യം തലമണ്ടയ്ക്കകത്ത് വരാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതെ, പഠിക്കുന്നത് ശരീരശാസ്ത്രമാണെങ്കിലും പ്രഥമനായ പ്രാണനെ കടത്തിവിട്ടവനാര്? നമ്മുടെയൊക്കെ വിചാരം നേഴ്സ് തല പൊക്കി പിടിച്ചിട്ട്, അല്ല തലയല്ലല്ലോ, കാല് പൊക്കി പിടിച്ചിട്ട് തല കീഴേക്കാക്കിയിട്ട് 2 അടി അടിച്ചതുകൊണ്ട് കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന്. ഒന്നുമില്ല. എന്നാ പിന്നെ എല്ലാ കുട്ടികളും അങ്ങനെ കരയണ്ടേ?
ഇവരുടെ അടികൊണ്ടാണ് പ്രാണൻ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഒന്നുമല്ല എന്ന് പറയാം. ആ മുഖ്യ പ്രാണനിലേക്ക് എന്നിലേക്ക് കടന്നു വന്ന ഏതോ ഒരു എന്താ പറയാ അജ്ഞാതമായ ശക്തി പ്രാണരൂപത്തിൽ എന്തൊരു അതൊന്ന് ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ നോക്കൂ നമുക്ക്. അതുകൊണ്ട് ജനനവും മരണവും വളരെ എന്താ പറയാ ഒരു ചെറിയൊരു അതിനൊരു വേറിട്ട അവസ്ഥയൊന്നുമില്ല. അതങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അത് ഉള്ളിലേക്ക് കടന്നു വന്നത്. പിന്നെ തന്റെ കൂടെ ഇതാ നിരന്തരം ആദ്യ പ്രാണൻ മുതൽ ഞാൻ എഴുതി വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. എത്ര എടുത്തു, എത്ര പുറത്തേക്ക് വിട്ടു, എത്ര എടുത്തു എന്നൊന്നും. ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊന്ന് മനസ്സിനെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് പ്രാണനെ ഭ്രൂർ മധ്യേഹേ, പ്രാണം ഭ്രൂർ മധ്യേഹേ, പുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയെ പൂർണ്ണമായി പ്രാണനിലേക്ക് ആവാഹിച്ച് ഭ്രൂ മധ്യത്തില് ആജ്ഞാചക്രത്തില് എന്തു ചെയ്യുക? അതിനെ സമ്യക് ആവേശ്യ, നല്ലവണ്ണം പ്രവേശിപ്പിച്ച് നല്ലവണ്ണം നിർത്തിയിട്ട് എന്തു വേണം പറയുന്നു? കവിം പുരാണം അനുശാസിതാരം, കവിം സർവജ്ഞനായ, പുരാണം പണ്ടേക്ക് പണ്ടേ ഉള്ളതായ, അനുശാസിതാരം സകല നിയമങ്ങളുടെയും നിയാമകനായ, ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാനെ പ്രകീർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? കവിം പുരാണം അനുശാസിതാരം, സകല നിയാമകനുമായിട്ടുള്ള, അണോഹോ അണുവിനേക്കാൾ, അണിയാംസഹ ഏറ്റവും അണുവായ. 7-ാം അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു, ബീജമാം സർവഭൂതാന. അണോഹോ അണീയാംസഹ, അണുവിന്റെയും അണുവിനെ. അണു എന്നതൊക്കെ ഭൗതിക ശാസ്ത്രത്തിന്റെ മഹത്തായ കണ്ടെത്തലായിട്ടാണ് സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക. ആറ്റത്തിൽ നിന്നൊക്കെ ശാസ്ത്രം വളരെ മുന്നോട്ട് പോയി, ഇല്ലേ? സബ് ആറ്റമിക് പാർട്ടിക്കിൾസിലേക്കും കോർക്കും സ്ട്രിങ്സും എന്നൊക്കെ പറഞ്ഞു പോണു. സ്ട്രിംഗ് തിയറിയൊക്കെ ആണല്ലോ ഇപ്പോ. അപ്പോൾ ഇവിടെ പറയുന്നു അണോഹോ അണീയാംസഹ, അണുവിന്റെ അണു, അതായത് അണുവിനെ വിഭജിച്ച് അതിന്റെ ഒടുക്കത്തെ അണു, അണീയാംസഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും അണുവായ. അതേപോലെ സർവസ്യ ധാതാരം, ആ ഏറ്റവും അണുവിന്റെ അണുവിനെയാണല്ലോ വിഭജിച്ചപ്പോൾ മഹാശക്തിയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പം അണോഹോ അണീയാംസഹ, അത് തന്നെ ഏറ്റവും അണുവായ, അതെന്താണ്? സർവസ്യ ധാതാരം, എല്ലാറ്റിന്റെയും പരമ ആശ്രയം. ഇതൊക്കെ കുറെ സയൻസൊക്കെ പറയേണ്ടതാണ്. സയൻസിലെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഭൗതികശാസ്ത്രം ഒരു എന്താ പറയാ വസ്തുക്കളെക്കുറിച്ചും മാറ്ററിനെ കുറിച്ചും അതിന്റെ എനർജിയെക്കുറിച്ചും എന്തൊക്കെയാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, അവർ കണ്ടെത്തിയിട്ടുള്ളത്, ഇത്യാദി കാര്യങ്ങളൊക്കെ അതിൽ നിന്നും എന്താ പറയാ അതിനെയും കടന്നു നിൽക്കുന്ന ഒരു ശാസ്ത്രം അധികം ചർച്ച ചെയ്യാത്ത ചില പദങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാം. എന്താണത്? സർവസ്യ ധാതാരം, എല്ലാറ്റിന്റെയും പരമ ആശ്രയം. പരമാശ്രയം എന്ന് ശാസ്ത്രകാരൻ ഒരിക്കലും പറയില്ല. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പരമാശ്രയം എന്നൊന്നും പറയാൻ ആയിട്ടില്ല. ഇവിടെ ആചാര്യൻ പരമാശ്രയം, അചിന്ത്യരൂപം, മോനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നാണ്. നിനക്കിതിന്റെ രൂപം വെളിപ്പെട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് അന്വേഷണമൊക്കെ മതിയാക്കിക്കോളാനല്ല, നടത്തിക്കോളൂ. നമുക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ രൂപം ഇങ്ങനെയെന്ന്. അചിന്ത്യരൂപം, ചിന്തയ്ക്കപ്പുറത്താണ്. തമസഹ പരസ്താത്, തമസഹ ഇരുട്ടിൽ നിന്ന്, അതായത് അജ്ഞാനത്തിൽ നിന്ന്. ഈ ഉപനിഷത്തിന്റെയും ഗീതയുടെയും ഒക്കെ ഒരു സൗന്ദര്യം ഒരാൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ. അതായത് അചിന്ത്യരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കും? അജ്ഞാനത്തിൽ നിൽക്കും. ഉടനെ പറയണു തമസഹ പരസ്താത്, അതിന്റെ അജ്ഞാനത്തിന്റെയും അപ്പുറത്ത്. അറിവില്ലായ്മ, നീ എന്തെന്നാണോ അറിയില്ല എന്നറിഞ്ഞത്, തിരുമേനി പറഞ്ഞല്ലോ അറിയില്ല 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 എന്ന്. പിന്നെ എന്ത് പറഞ്ഞു? അറിയാന്ന് പറഞ്ഞു. എന്തറിയാം? അറിയില്ല എന്ന് അറിയാം എന്ന്. അതുപോലെ തമസഹ പരസ്താത്, മനസ്സിലാവില്ല മനസ്സിലായി എന്നുള്ളത്. അചിന്ത്യരൂപം തമസഃ പരസ്താത്. ആദിത്യവർണം,
തേജസ്സോടു കൂടിയിട്ടുള്ള പുരുഷം, ആ പരമാത്മാവിനെ അനുസ്മരേത്, അനുസ്മരേത് നിരന്തരം സ്മരിക്കുന്നുവോ, സഹ അവൻ തം ദിവ്യം പരമം ഏവ ഉപൈതി, ആ പ്രകാശമയമായ പരമാത്മാവിനെ പ്രാപിക്കുന്നു. അപ്പൊ ഒരു ശരീരം മരിക്കാൻ നിങ്ങൾക്ക് സമയമായി എന്ന് തോന്നുന്ന വേളയിൽ ഇതാ ഇങ്ങനെ ചെയ്തോളൂ. അപ്പോ സ്വാമി എന്താ ഭഗവാനെ സ്മരിക്കുമ്പം ശരീരം അങ്ങോട്ട് കാറ്റ് പോവുമോ? ഇങ്ങനെ ഭൂമധ്യത്തിലൊക്കെ അങ്ങോട്ട് മനസ്സുകൊണ്ട് ഭൂമധ്യത്തിലേക്കൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. മതിയായിട്ടില്ല. കുട്ടിയെ കൊച്ചുമോന്റെ കൂടെയും മോളുടെ കൂടെയൊക്കെ അവര് ഒന്നുകൂടെ ഒന്ന് വലുതാവട്ടെ, അവരൊക്കെ ഒരു വഴിക്കാവട്ടെ, എന്നിട്ടൊക്കെ പോവാം എന്ന് പറയാം. അവരൊന്നും ഒരു കാലത്തും വഴിക്കാവില്ല. വഴിക്കാവുക എന്ന് പറഞ്ഞാൽ അവരുടെ വഴി വളരെ വലുതാ, നമുക്കൊന്നും പിടിക്കാൻ പറ്റുന്ന വഴിയല്ല. ഇതൊക്കെ ചെയ്തോളൂ. ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്നു എന്റെ സമയമായി എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ. ഒന്ന് ഭാവന ചെയ്യൂ. ഇവിടെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവാന്റെ ഒരു ആദിത്യവർണം എന്നാ പറഞ്ഞത്. ഇത് ഉപനിഷത്തിൽ അല്ല, ഭഗവത്ഗീതയിൽ വ്യാസർ എഴുതി വെച്ചതാ. സ്വാമി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ശംഖചക്ര ഗദാധാരിന്നോ വേറെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പെട്ടുപോകുന്നറിയാം. നമ്മുടെ പൂർവന്മാർക്ക് നമ്മോട് അങ്ങേയറ്റത്തെ ദയയും കാരുണ്യവും നമ്മുടെ ക്ഷേമത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു സൂര്യനേക്കാൾ, അവിടെ ഉപനിഷത്ത് പറയും ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി. എവിടെ അഗ്നി പോലും അവിടെ പ്രകാശിക്കുന്നില്ല. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം, സൂര്യചന്ദ്ര നക്ഷത്രാദികളൊന്നും അവിടെ ആ ചൈതന്യത്തിൽ പ്രകാശിക്കുന്നില്ല. തസ്യ ഭാസ സർവമിതം വിഭാതി, അതിന്റെ പ്രകാശമാണ് ഇതം സർവം വിഭാതി, ഇത് മുഴുവൻ പ്രകാശിക്കുന്നത്. അപ്പൊ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ പോലും ആ പ്രകാശം കടം എടുത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരും പ്രകാശിച്ച് വിജയിക്കുന്നത്, വിരാജിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ആ പ്രകാശത്തെ നീ എന്തു വേണം? അനുസ്മരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ ആ മരിക്കുക അല്ലെങ്കിൽ ശരീരം വിടുന്ന വേളയിൽ ഇങ്ങനെ ഒരു പ്രകാശമയമായ ഭാവത്തോടുകൂടി അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വേണം വിട്ടുപോകാൻ. അല്ലാതെ ഞാനിതാ ഇല്ലാണ്ടാവുന്നേ എന്നല്ല. ഒരച്ഛൻ അങ്ങനെ പോകാനായി തുടങ്ങിയപ്പം അച്ഛന് ഇനിയിപ്പോ ഒന്നുമില്ല, ഇനി എന്താപ്പോ ഡോക്ടർ പറഞ്ഞു കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച കൂടെ നിൽക്കും, അത്രയേ ഉള്ളൂ. പലതും പ്ലാസ്റ്റിക്കിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു സമയമായിട്ടുണ്ട്, വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചോളൂ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു വെക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മക്കള് പലയിടത്തുനിന്നായി വന്നു. മൂത്ത മകൻ വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇപ്പം അത് പഞ്ചസാര തൊടരുത്, അത് തൊടരുത്, ഇത് തൊടരുത്, അങ്ങനെ പലതും തൊടാതെ നിർത്തിയിരിക്കുക. വീട്ടിലെ ഈ വക സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം അതൊന്നും നോക്കണ്ട, എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തേക്കും. ആഗ്രഹങ്ങളൊക്കെ ചോദിച്ച് ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു അച്ഛാ, മൂത്ത മകൻ ചോദിച്ചു അച്ഛന്റെ ആഗ്രഹം എന്താ അച്ഛന്റെ ആഗ്രഹം? എടാ ഈ ഡോക്ടർ ശരിയാണെന്ന് തോന്നുന്നില്ല, നമുക്ക് വേറൊരു ആശുപത്രി പോവാം, നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം, അവിടെ എനിക്ക് കുറേയും കൂടെ പ്രതീക്ഷയുണ്ട്. ഇത് വിദ്യ എഴുതിയ കേസാണ്. എന്ത് കുറച്ചും കൂടെ, അതായത് നമുക്ക് തന്നെ തോന്നി തുടങ്ങുകയാണെന്നിരിക്കട്ടെ നമ്മുടെ രോഗവിവരം ഇത് അതിന് കുറച്ചു കാലം കൂടെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എണ്ണുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇനി അയ്യോ 1 മാസമല്ലേ, 1 മാസം കഴിഞ്ഞാൽ ഞാൻ പോവോ, ഒരാഴ്ച കഴിഞ്ഞാൽ. എന്നിട്ട് ഇതൊക്കെ ഈ രോഗിക്ക്, ഈ കിടക്കുന്ന ആൾക്ക് നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. നമ്മുടെ നോട്ടം കണ്ടാൽ അറിയാം. വളരെ ദയനീയം. ചിലർ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ചോദിക്കുക. അതായത് കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോൺ ചെയ്തിട്ട് ചോദിക്കും എന്തായി എന്ന് ചോദിക്കും. അതായത് എന്തായി എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴാണ് ലീവ് എടുത്ത് അങ്ങോട്ട് വരേണ്ടതെന്ന്, എന്തെങ്കിലും ഒന്ന് ആവുമ്പോ എന്നെ വിളിച്ചാൽ മതി എന്നാ പറയാം. ആ ഭാഷ തന്നെ അതാണ്. എന്തെങ്കിലും ഒന്ന് ആവുമ്പം എന്നെ വിളിച്ചാൽ മതി എന്ന്. അപ്പൊ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഒന്നും ആവുന്നുമില്ല എന്ന് പറയാം.
ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. അതെങ്ങനെയാ പോവുക? അതിന് ഇങ്ങനത്തെ ചിന്തകളൊന്നുമില്ലേ, മറ്റു പല ചിന്തകളാണ്. അപ്പൊ നിങ്ങളുടെ ഭഗവാൻ ഗീതയിൽ നമ്മളോട് പറയുന്നു, നമ്മുടെ പ്രാണനെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഏതെങ്കിലും, ഇവിടെ നിർദ്ദേശിക്കുന്നത് ബ്രുവോഹോ മധ്യേ എന്നാണ്, ആ ആജ്ഞാചക്രത്തിൽ. അതുകൊണ്ട് അതിന് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഉള്ളത് നിശ്ചയിക്കുക. അങ്ങനെ സുന്ദരമായിട്ട് ഈ ലോകം വിട്ടുപോയിക്കോളാൻ. തം ദിവ്യം പരം ഏവ ഉപേതി, ആ പരമമായ പ്രകാശത്തെ അവൻ പ്രാപിക്കുന്നു. എന്നാ കൂട്ടത്തിൽ എന്തെങ്കിലും നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വെറുതെ ഇങ്ങനെ ഒരു അക്ഷരത്തെ മാത്രമല്ല, ഉപനിഷത്തിന്റെയൊക്കെ മർമ്മമായ ഭഗവാൻ ഈ അധ്യായത്തിന്റെ മർമ്മത്തെ അർജുനന് അവതരിപ്പിക്കുന്നു. നോക്കാം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. യത് അക്ഷരം വേദവിദഃ വദന്തി വിശന്തി യത് യതയഃ വീതരാഗാഃ യത് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദവിദഃ, വേദജ്ഞന്മാർ, വേദത്തെ അറിഞ്ഞിട്ടുള്ള മഹാനുഭാവന്മാർ, യത് അക്ഷരം വിദന്തി, യാതൊരു അക്ഷരത്തെയാണോ പറയുന്നത്, വേദജ്ഞന്മാർ യാതൊരു അക്ഷരത്തെയാണോ പറയുന്നത്, വീതരാഗാഃ യതയഃ, വിഷയലാഭം, വിഷയങ്ങളിലുള്ള ആഗ്രഹം നശിച്ചിട്ടുള്ള യതയഃ യോഗികള്, യത് വിശന്തി, യാതൊന്നിനെയാണ് പ്രാപിക്കുന്നത്. അതുപോലെ യത് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി, യാതൊന്ന് ഇച്ഛിച്ചിട്ടാണോ ആഗ്രഹിച്ചിട്ടാണോ ബ്രഹ്മചര്യം മുതലായ മാർഗങ്ങളിലൂടെ ഒരുവൻ സഞ്ചരിക്കുന്നത്, തത് പദം, ആ പദത്തെ സംഗ്രഹേണ, സംഗ്രഹിച്ച് ചുരുക്കി, തേ നിനക്ക് അഹം പ്രവക്ഷ്യാമി, അഹം പ്രവക്ഷ്യേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഭഗവാൻ പറയുന്നു, യോഗികള് അല്ലെങ്കിൽ വേദജ്ഞന്മാര്, ബ്രഹ്മചാരികള്, ഇവരൊക്കെ ഏതൊരു പദത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ നിലകൊള്ളുന്നത്, അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയാം. തത്തേ പദം അഹം പ്രവക്ഷ്യാമി. കഠോപനിഷത്തില് 2ാമത്തെ വല്ലിയില് യമധർമ്മൻ നചികേതസിനോട് ഇത് തന്നെയാ പറയണത്. ഭഗവാൻ കഠോപനിഷത്താണ് ഭഗവത്ഗീതയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഉപനിഷത്ത്, കഠോപനിഷത്താണ് ഇതിന് സ്വാധീനം ചെലുത്തി. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, സർവേ വേദാഹ യത് പദമാമനന്തി തപാംസി സർവാണി ചയത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. ഇത് തന്നെ, ഒരു മാറ്റമില്ല. അഹം ബ്രവീമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സംഗ്രഹിച്ച് ആരാ പറയുന്നത്? യമധർമ്മൻ നചികേതസിനോട്. എന്താണോ നചികേതസിനോട് യമധർമ്മൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനും പറഞ്ഞു കൊടുക്കുന്നത്. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, സർവേ വേദാഹ യത് പദമാമനന്തി തപാംസി സർവാണി ചയത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. ഇത് തന്നെ, ഒരു മാറ്റമില്ല. അഹം ബ്രവീമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സംഗ്രഹിച്ച് ആരാ പറയുന്നത്? യമധർമ്മൻ നചികേതസിനോട്. എന്താണോ നചികേതസിനോട് യമധർമ്മൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനും പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നചികേതസ് എന്ന കൊച്ചു ബാലൻ അറിയാൻ പോയതാണ്. എന്താ അറിയാൻ പോയത്? മരണാനന്തരം എന്ത് എന്ന്. ചിലർ പറയണു മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന്, ചിലർ പറയണു മരണത്തിന് ശേഷം തിരിച്ചുവരവുണ്ട് എന്ന്. ഈ വിഷയത്തിൽ എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരൂ എന്ന്. അങ്ങനെ ചോദിച്ച ജിജ്ഞാസുവായ നചികേതസിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൂട്ടത്തിൽ അതിപ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയും. എന്താ പറയാൻ പോണത്? എന്താ പറയുന്നത്?
നോക്കാം നമുക്ക്. ഭഗവാൻ ഇവിടെ ഞാൻ നിനക്ക് സംഗ്രഹിച്ച് പറഞ്ഞു തരാനല്ലേ പറഞ്ഞത് നമ്മളോട്. എല്ലാവരും ഏതൊന്നിനെ ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് അതിനെ ഞാൻ സംഗ്രഹിച്ചു. ഏവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യതയഃ, ബ്രഹ്മചര്യം ഇത്യാദി കാര്യങ്ങളെയൊക്കെയാണ് പറഞ്ഞത്. അവരൊക്കെ ഏതൊന്നിനെ ആഗ്രഹിച്ച് പുറപ്പെടുന്നുവോ അതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുധ്യ ച മൂർധ്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. കഠോപനിഷത്തില് യമധർമ്മൻ നചികേതസിനോട് യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി എന്ന് പറഞ്ഞിട്ട് ഓമിത്യേതത് അതോടുകൂടി കഴിഞ്ഞു. ഓം ഇതി ഏതത്, അത് ഓം എന്നാകുന്നു എന്ന. ഇവിടെ ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കും. എന്താ ഭഗവാൻ പറയുന്നത്? യഹ, യാതൊരുവൻ സർവദ്വാരാണി സംയമ്യ, സർവദ്വാരാണി എല്ലാ ദ്വാരങ്ങളെയും എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും, അതാണ് ദ്വാരങ്ങൾ. ഈ ദ്വാരങ്ങളിലൂടെയാണ് വിഷയങ്ങള് നമ്മുടെ ഗോപുരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സർവദ്വാരാണി സംയമ്യ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിട്ട് മനഹൃതി, മനസ്സിനെ ഹൃദയത്തിൽ നിരുദ്ധ്യ, നിർത്തിയിട്ട്. അപ്പൊ ഈ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നതിന് പകരം അതിനെ ഒന്ന് നിയമനം ചെയ്തിട്ട് നിരുദ്ധ്യ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തിയിട്ട് ആത്മനഃ, തന്റെ പ്രാണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവനെ, പ്രാണം ജീവനെ എന്തു വേണം? മൂർധ്നി എന്ന് പറഞ്ഞാൽ മൂർധാവിൽ, ആദായ വെച്ചുകൊണ്ട്, മൂർധ്നി ആദായ മൂർധാവിൽ വെച്ച് യോഗധാരണ, യോഗ പ്രക്രിയയെ, യോഗ പ്രക്രിയ എന്ന് പറഞ്ഞാൽ സമാധി ചേരുക, ആസ്ഥിത അതിനെ പ്രാപിച്ചവനായിട്ട് ബ്രഹ്മ ഓം ഇതി, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സംബന്ധിയായ ഓം ഇതി, ഓംകാരത്തെ പ്രണവത്തെ ഏകാക്ഷരം വ്യാഹരൻ, ആ ഒരൊറ്റ അക്ഷരത്തെ, കൂട്ടത്തിൽ നിങ്ങൾ വേറെ ഒന്നും വേണ്ട. നോക്കൂ, ഒന്നുമായി ഭഗവാൻ ഇതിനെ സാമ്യപ്പെടുത്താൻ, ഒന്നും കൂടെ കൂട്ടിച്ചേർക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. അതുതന്നെ അധികം. ഓം നമശിവായ വേണ്ട, ഓം തന്നെ മതി. ഓം നമോ ഭഗവതേ വാസുദേവ, അയ്യോ അത്രയൊന്നും വേണ്ട, അധികം പോണ്ട. ഓം ഇതി ഏകാക്ഷരം, അതൊന്നും മോശമാണ് എന്നല്ല, വേണ്ട അധികം. കാരണം ഓം വാസുദേവായ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വാസുദേവൻ വരും. ഏത് വാസുദേവൻ? അയലത്തെ വാസുദേവൻ. അതെ, അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമോ? കുറയും വരല്. പിന്നെ ഓന്നാവട്ടെ, ഓം എന്നായാലും അതൊന്ന് ശരിയാവും എന്ന് പറയാം. ഓം ഇതി ഏകാക്ഷരം വ്യാഹരൻ, ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിക്കുന്നവനായിട്ട് കൂട്ടത്തില് മാം അനുസ്മര, എന്നെയും സ്മരിച്ചുകൊണ്ട് ത്യജൻ പ്രയാതി, ശരീരത്തെ ഉപേക്ഷിക്കുന്നുവോ സഹ അവൻ പരാം ഗതിം യാതി, പരമമായ ഗതിയെ പ്രാപിക്കും. അതെങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് നാം ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത്? എന്നായാലും ഈ ശരീരത്തെ ഉപേക്ഷിക്കണമല്ലോ. അപ്പൊ മരണത്തിന് മുൻപൊരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഈ പ്രണവത്തോടൊപ്പം ഈ പ്രണവത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് നമ്മളെ മരണത്തിന് അതീതരാക്കുന്നു. അതുകൊണ്ട് ഈ പ്രണവോപാസന ഉപനിഷത്തിലും അല്ലെങ്കിൽ ഭഗവത്ഗീതയിലുമൊക്കെ പറയുന്നത് ഇതാണ്. പ്രണവത്തെ പ്രകർഷേണ നവം ച യത് തത് പ്രണവം. പ്രണവം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ കാതലായിട്ടുള്ളതാണെന്ന് പറയാം.
അതായത് സനാതന ധർമ്മത്തിന്റെ ആധാരശിലകൾ വേദങ്ങളാണ് എങ്കിൽ ആ വേദത്തെ സംഗ്രഹിച്ച് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ശബ്ദത്തിലൂടെ ഓം എന്ന് ഉച്ചരിച്ചാൽ എല്ലാമായി. സർവവേദങ്ങളും ഓംകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാ എല്ലാ പദങ്ങളും ഏതൊന്നിലേക്കാണ് പോകുന്നത്, അത് ഓംകാരം എന്ന് പറയുന്നത്. ഓംകാരത്തെ മാണ്ഡൂക്യ ഉപനിഷത്ത്, മാണ്ഡൂക്യകാരിക ഈ പ്രണവത്തെ കുറിച്ച് വിസ്തരിക്കുന്നതാണ്. എന്താണ് പ്രണവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഓംകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 3 ശബ്ദമാത്രകൾ ചേരുന്നതാണ്. ഏതൊക്കെയാണ് 3 ശബ്ദമാത്രകൾ? ആ, ഉ, മ. അപ്പം എല്ലാ ശബ്ദങ്ങളും, സർവശബ്ദങ്ങളും ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഓം എന്ന ഉച്ചാരണം സർവശബ്ദങ്ങളും, അതെങ്ങനെയാ സർവശബ്ദങ്ങളും ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്നു? എങ്ങനെയാണ് നമ്മൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ശബ്ദത്തിന് പല തലങ്ങളുണ്ട് എന്നാ. ശബ്ദശാസ്ത്രത്തിൽ 10 തലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഖണ്ഡം, നാഭി, അങ്ങനെ നാഭിയിൽ നിന്നാണ് ഇത് ശബ്ദങ്ങൾ തുടങ്ങുന്നത്. ഓഷ്ടം ഇത്യാദി ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ എന്ന് പറയുമ്പം ശബ്ദം ആ. ഉ എന്ന് പറയുമ്പോൾ ചുണ്ട് നമ്മളൊരു പ്രത്യേക രൂപത്തിലാക്കുന്നു. ഓ. മ എന്ന് പറയുമ്പം ചുണ്ട് അടയ്ക്കുന്നു. അങ്ങനെ ആ, ഉ, മ. ലോകത്തിലെല്ലാവരും സംസാരിക്കുന്നത് ഇങ്ങനെയാ. ആ, ഉ, ഈ 3 ശബ്ദങ്ങളുടെ കേന്ദ്രമാണ്. 3ഉം അതിന്റെ അടിസ്ഥാന ശിലയാണ്. ആ എന്നതും ഉ എന്നതും മ എന്നതും. അപ്പൊ നിങ്ങൾ ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആളുകൾ സംസാരിക്കുക ചുണ്ട് രണ്ടും കൂട്ടിയിട്ടും, അതുപോലെ ഉ എന്നും ആ എന്നും, അല്ലേ? ഇംഗ്ലീഷ് ആയാലും അറബിക്കായാലും ജാപ്പാനീസ് ആയാലും ചൈനീസ് ആയാലും തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും എല്ലാറ്റിലും എന്താ ഉള്ളത്? ഇതാണ് ആ, ഉ, മ. ഉ എന്ന് ചുണ്ട് എങ്ങനെ ആവാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉ എന്ന്. മ എന്ന് 2 ചുണ്ടും മുട്ടാതെ പറയാൻ പറ്റുമോ? മ എന്ന് ഒരു ശ്രമമൊക്കെ നടത്തി നോക്കൂ മ എന്ന് പറയാൻ. ഈ സർവശബ്ദങ്ങളും ഓംകാരത്തിലാണ്. അപ്പൊ ഈ ഓംകാരം ശബ്ദമാണ് അക്ഷരത്തിന് സഞ്ചരിക്കാനുള്ള വാഹനം എന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? ശബ്ദത്തിന്റെ പ്രണവത്തിന്റെ അതായത് പ്രണവം സഞ്ചരിക്കുന്നത് ഈ ശബ്ദത്തിലാണ്. അപ്പൊ ഒരു ടിൻഡഡ് ഗ്ലാസ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ഒരാൾ പോകുമ്പോൾ അതിനകത്തിരിക്കുന്ന ആരാന്നറിയില്ല, അല്ലേ? അതുപോലെയാണ് ഈ പ്രണവം ഓംകാരത്തിനകത്താണ് ഇരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ പോയിക്കൊണ്ട് പോകുന്നുണ്ട്. ഓം എന്ന് പറയുമ്പോൾ അത് ചെറുതായി വന്നിട്ടുള്ള എന്ന് പറയുമ്പോ എന്താ? ഓം. ആ ഓം, അത് ഈ ഓം ഇവിടുന്നല്ല. ഓം. ആ പ്രണവോപാസന വളരെ ഗംഭീരായിട്ടുള്ള ഒന്നാണ്. ഇത് ഏതെങ്കിലും മതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ ഓം എഴുതുന്ന ഈ ഓമുണ്ടല്ലോ, അത് വിട്ടേക്കൂ. അതും മതത്തിന്റെ ഒന്നുമല്ല. ഇങ്ങനെ ഒരു വളവ് വളഞ്ഞുകൊണ്ട് എന്താപ്പം കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവനിൽ ഭയം ജനിപ്പിക്കാനുള്ള ചിഹ്നങ്ങളായി ഇത് മാറുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവർ ഈ ചിഹ്നത്തെ ബഹുമാനിക്കുന്നുവോ പകരം അവഹേളിക്കുന്നുവോ? അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സനാതന ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്, സനാതന ധർമ്മത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണെങ്കിൽ സനാതന ധർമ്മത്തിന്റെ അത്യുദാത്തമായ ഒരു ഉന്നതമായ പദവിയിൽ വിരാജിക്കുന്ന ഈ ചിഹ്നത്തെ ദയവ് ചെയ്ത് ടെലിഫോൺ പോസ്റ്റിലും വല്ലവന്റെ മതിലിലും എഴുതി വയ്ക്കാതെ ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അത്രയേ വേണ്ടു എന്ന് പറയുമ്പോ ഇപ്പൊ സ്വാമി ഇപ്പൊ മനസ്സിലായി സ്വാമിയുടെ ഉള്ളിലിരിപ്പ് ഒന്നും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളായിട്ടൊന്നുമല്ല പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. പണ്ടും ഇതൊന്നും നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത മതചിഹ്നങ്ങൾ.
ഇതൊക്കെ മതവിശ്വാസികളെന്നും ആചാരങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ എന്തിനാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്? ഭയത്തെ ജനിപ്പിക്കാനോ അതോ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനോ? സംഘർഷത്തിന്റെ ചിഹ്നമല്ല പ്രണവം. പ്രണവത്തെ കാണുന്ന വേളയിൽ, പ്രണവം സ്മരിക്കുന്ന വേളയിൽ ഭഗവത് ചിന്ത, സമാധി അവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഇത് റോട്ടിൽ ഇരുന്നിട്ട് റോഡിന്റെ നടുക്ക് വരഞ്ഞു വെക്കുകയാണ് ഇലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ കവലയിലൊക്കെ. ഇതിനൊന്നും ഒരു നിയമവും ഇല്ല എന്ന് പറയാം. ആർക്കും എന്തു ആവാന്നുള്ളതാ ഇവിടെയൊക്കെ. വല്ലവനെയൊക്കെ കൊലപ്പെടുത്തിയിട്ട് രക്തം കൊണ്ട് എഴുതി വെക്കുക ഈ ചിഹ്നങ്ങളൊക്കെ. എന്താ ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാർ? ആരോ ആവട്ടെ, മറ്റവൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അവൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ തെരുവിലിറങ്ങി? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇതൊന്നും റോട്ടിൽ വേണ്ടതല്ലടോ. വിജനമായ ഒരു ഇടത്തിരുന്ന് ആ ഏകാന്തതയിൽ തന്റെ മനസ്സിനെ മുഴുവൻ നിയമനം ചെയ്തുകൊണ്ട് ബാഹ്യമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും അന്ധകരണത്തെ നിവർത്തിച്ച് അന്തരാത്മാവിലേക്ക്, ബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ പരമമായ സത്യവുമായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ട്, ചേരാൻ വേണ്ടിയിട്ട് പൂർവ്വസൂരികള് നമ്മുടെ ക്ഷേമത്തിനായി പകർന്നു തന്നതാണ്. ഇത് റോട്ടിലൂടെ വിളിച്ചു നടക്കാനുള്ളതല്ല. സ്വാമിക്ക് ഇത് പറയുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഇസ്ലാമുകളോ മറ്റുള്ളവരോ ആരെയും ദ്രോഹിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അറിവ് നേടുക, അതിൽ നിന്ന് മോചിതരാവുക. ഏത് ഗ്രന്ഥങ്ങളും ആർക്കും പഠിക്കാനും അത് മനനം ചെയ്യാനും അത് തുറന്ന് വിചാരം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പണ്ടേ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ലോകത്ത് മുഴുവൻ അതുണ്ട്. അതൊന്നും ആരെയും തടയാനൊന്നും സാധ്യമല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പല മതസ്ഥരും ഉണ്ട് ഇവിടെ. സ്വാമിയുടെ ഒരു ഈ ശാസ്ത്രം ഉൾക്കൊണ്ട അറിവ് വെച്ച് പറയുന്നു. നിങ്ങൾക്കിതിൽ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. അതോ നിങ്ങളിത് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കൂ. ഒരു ചിഹ്നവും നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ പകയോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കരുത്. ബസ്സിലൊക്കെ കാണാം, ഒരു 3 സ്ഥാപിക്കും. ഒരു കുരിശ്, ഒരു ചന്ദ്രക്കല, ഒരു ഓം. എന്നാ 3ആയി. ഇത് ഈ പുട്ട് ചുടുന്ന പോലെയാ. കുറച്ച് നാളികേരം, അതിന്റെ മുകളിൽ കുറച്ച്. അതെ, അതിനുള്ളതല്ല. എവിടെയാ കുറെയൊക്കെ രാഷ്ട്രീയക്കാരുമാണേ, അവർക്കും അങ്ങനെയാണ്. പ്രണവത്തെ തൊട്ട് കളിക്കാൻ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനുള്ളതാണ്? ഇത് എവിടെയാണ് ഇതിനെ വെക്കേണ്ടത്? പ്രണവത്തെ വെക്കേണ്ട സ്ഥലം പറഞ്ഞിരിക്കണു. മൂർധ്നി എന്ന്. മൂർധാവില്, ടെലിഫോൺ പോസ്റ്റിലോ ഡിവൈഡറിലോ നടുക്ക്, റോട്ടിന്റെ നടുക്കോ അല്ല. എവിടെ? മൂർധ്നി. ഓർത്തുകൊള്ള. ആരാ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഉവാച. അദ്ദേഹത്തിന് ശേഷമല്ലേ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ആളുടെ ചിഹ്നമായിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കാതിരിക്കൂ. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് നമ്മില് ഈ ശാസ്ത്രത്തോടും ഇതിനോടൊക്കെ പ്രണവത്തോടൊക്കെ നമുക്കൊരു അകൽച്ച ഉണ്ടാക്കും. ഇതൊക്കെ ഇങ്ങനെ തെരുവിൽ കാണുന്ന സമയത്ത്. കഴിഞ്ഞ ദിവസം ഒരു മാഗസിനിൽ വായിച്ചു, യൂറോപ്പിലെ വെസ്റ്റേൺ കൺട്രീസിൽ ഏതൊക്കെയോ സരസ്വതിയുടെ ചിത്രം ക്ലോസറ്റിന്റെ പിറകില്. നിങ്ങൾ ഇതാക്കണ്ട, ക്ലോസറ്റിന്റെ പിറകിൽ ടൈൽസിന്റെ മുകളിൽ സരസ്വതിയുടെ ഒരു ചിത്രം വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളും പോയിരുന്നോളൂ സുഖമായിട്ട്. നമുക്ക് ആ അറിവ് നേടണം. അത് വലിയ എന്താ പറയാ, ഇത് ഇപ്പം അതിന്റെ ഇതുപോലെ വേറെ ഏതോ ഒരു കമ്പനി ഗണപതിയെ ഉപയോഗിച്ചു. ആ സമയത്ത് ഇവിടുന്ന് ആരൊക്കെയോ പറഞ്ഞു ഇതിങ്ങനെയാണ്. അപ്പൊ അവർ ക്ഷമാപണം നടത്തിക്കൊണ്ട് അത് ഇതായി. പക്ഷെ ഇതിങ്ങനെ നടക്കുന്നുണ്ട്, അറിഞ്ഞിട്ടോ അറിയാതെയോ ഒക്കെ നടക്കുന്നുണ്ട്. സരസ്വതിയുടെ ചിത്രം ഈ പാശ്ചാത്യർക്ക് ആ ഒരു രൂപം അവര് വളരെ ഹഠാത് ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ക്ലോസറ്റിന്റെ പിറകിൽ കൊടുത്തത്. എന്തോ ആവട്ടെ, അത് അവരുടെ ഒരു സംസ്കാരം. അതുകൊണ്ടായിരിക്കാം പ്രണവത്തെ രൂപം കൊടുത്ത് ഏതായാലും അദ്ദേഹം ഒരു മഹാത്മാവാണ്, വലിയൊരാളാണ്. അതുകൊണ്ട് അത് ഇങ്ങനെയൊന്നും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വീഴില്ല എന്ന് പറയാം. കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഒരു ഓം പർവ്വതമുണ്ട്.
പ്രണവം. ഓം ഓം പർവ്വതമായിട്ട് രൂപം കൊണ്ടിരിക്കണം. വലിയൊരു അത്ഭുതമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രണവം, ഓംകാരം എന്നത് മൂർധാവിൽ വെക്കേണ്ടതാണ്. പ്രാണനോടൊപ്പം പ്രണവം. പ്രണവം മന്ത്രങ്ങൾക്ക് പ്രാണനാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് പ്രാണനേകുന്നത് പ്രണവമാണ്. അതുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ പ്രണവവും ചേർത്ത് മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നത്. ഈ ഓംകാരം സ്ത്രീകള് ചൊല്ലാൻ പാടില്ല എന്ന് ഏതോ ചില വിഡ്ഢികൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇപ്പോഴും അത് സജീവമാണ്. സ്ത്രീകൾ ഓം എന്ന് ചൊല്ലരുത്, പിന്നെയോ ഓ എന്ന് പറയാം. അതെ, അവര് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ നമശിവായ മാത്രം പറഞ്ഞോളൂ. ഓം ആണുങ്ങൾ ഞങ്ങൾ ചൊല്ലിക്കോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രകർഷേണ നവം ചെയ്ത്, അതുപോലെ പ്രകൃഷ്ടം ച നവം ചെയ്ത് തത് പ്രണവം. ശ്രേഷ്ഠവും, പ്രകൃഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠവും പുതുതായിട്ട് നിലനിൽക്കുന്നതും, ഇതിനെയാണ് പ്രണവം എന്ന് പറയുന്നത്. അതുപോലെ ശബ്ദ ബ്രഹ്മം എന്ന് പ്രണവത്തെ പറയുന്നു. അതായത് ബ്രഹ്മത്തെ ശബ്ദത്തിലൂടെ അറിയിപ്പിക്കുന്നത് ആണ് ബ്രഹ്മം. തുടർന്ന് അത് താരം, താരകം, താരം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത്ര താരം എന്ന് പറയുന്നത്? ത്രാണനം ചെയ്യിക്കുന്നത് കൊണ്ട് താരം എന്ന് പറയുന്നു. ഉപനിഷത്തില് ഓം പ്രണവത്തെക്കുറിച്ച് പറയുന്നു. യസ്മാത് ഉച്ചാര്യമാണ്, യസ്മാത് എന്ന് പറഞ്ഞാൽ യാതൊരുവൻ യാതൊന്നിന്റെ ഉച്ചാരണം കൊണ്ടാണോ ഏവ ഗർഭജന്മ വ്യാധി ജരാമരണ സംസാര മഹാഭയാത് താരയതി. യസ്മാത് ഉച്ചാര്യമാണ്, യാതൊന്നിന്റെ ഉച്ചാരണം കൊണ്ടാണോ ഒരുവൻ ഗർഭജന്മ വ്യാധി ജരാമരണ സംസാര മഹാഭയാത് താരയതി. ജന്മം, ജര, വ്യാധി ഇത്യാദി മഹാസംസാരത്തിൽ നിന്ന് അവനെ ത്രാണനം ചെയ്യിക്കുന്നത്. ത്രായതേച്ച, അതിനെ ത്രാണനം ചെയ്യിക്കുന്നു. അതുകൊണ്ട് തസ്മാത് ഉച്ചാര്യമാണ്, അതുകൊണ്ട് അതിനെ എന്തു പറയുന്നു? താരം ഇതി ഉച്ചാര്യമാണ്, താരം എന്ന് പറയുന്നു. അത് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് അത് വാഹനമാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്വാമിജിയോട് ചോദിച്ചത് ഒരിക്കലും. സ്വാമിജി പല കാറുകളിൽ പോകുന്നുണ്ടല്ലോ, ഏതാണ് സ്വാമിജിക്ക് ഇഷ്ടപ്പെട്ട കാർ? അപ്പൊ സ്വാമിജി പറഞ്ഞു ഓംകാറാണ് എന്റെ ഇഷ്ടപ്പെട്ട കാർ, ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് ഓംകാറിലാണ്. അപ്പൊ നമ്മുടെ ഈ സഞ്ചാരം, അവസാനം നാം തെരഞ്ഞെടുക്കുന്ന വാഹനം ഓംകാറായിരിക്കട്ടെ എന്ന് പറയാം. ഓംകാറിലാണോ ജീവിതയാത്ര നമ്മൾ നടത്തേണ്ടത്.